കർത്താവിന് മഹത്വം. प्रभु को महिमा मिले. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. हम लोग किस विषय के ऊपर भी चिंतन करता है करके आप सब जानते हैं. ഒരു മഹാരാജാവിന്റെ പ്രകൃതിയോട് നമ്മളെ ചേർത്ത് പണിയുക എന്നുള്ളതാണ് ദൈവാത്മാവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. एक महाराजा का स्वभाव में हमें भी मिला करके बनाना, ये कार्य महान प्रभु हमारे जीवन में कर रहा है. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതമാണ് അടുത്ത ഭാവിയിൽ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. अभी का हमारा जीवन जो है वो हमारा भविष्य को बनाता है. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇന്നലെ നമ്മൾ ഒരു രാജാവ് നീതിയോടെ വാഴും, നീതിയുടെ വശങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. कल हमने राजा धर्म के साथ न्याय करेगा, वो धार्मिकता के बारे में हम लोग को ध्यान कर रहा था. അപ്പൊ രാജാവ് നീതിയിലാണ് തന്റെ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നത്. क्योंकि राजा का सिंहासन उस धर्म में उसको मजबूत किया है. അപ്പോൾ തന്റെ രാജഭരണത്തിൽ ദൈവമായ പിതാവിന് ഒരു അപമാനവും വരാതിരിക്കത്തക്ക രീതിയിൽ ക്രിസ്തുവാണ് ദൈവത്തിന് മഹത്വം വരുന്ന രീതിയിൽ തന്റെ അണികളെ ചേർത്ത് പണിയപ്പെടുന്നത്. अपना मतलब महाराजा वो इस रीति में धर्म के साथ कार्य करता है कि किसी प्रकार भी पिता का निंदा ना हो, इसलिए ये बनाने वाला प्रभु यीशु मसीह है. നിന്റെ രാജ്യം വരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആദ്യം പറയുന്നത് നിന്റെ നാമം മഹത്വം എടുക്കണം, നിന്റെ നാമത്തിൽ ഒരു അവമാനം ഉണ്ടാകരുത്. जब प्रभु ने अपने चेलों को प्रार्थना सिखाने के समय में बोला तेरे राज्य आए, तेरे नाम पवित्र माना जाए, बोलने का मतलब उनका नाम को किसी प्रकार का भी निंदा नहीं होना करके वो प्रार्थना में कहा. അപ്പൊ വീണ്ടും നമുക്ക് ഈ രാജാവിന്റെ ഗുണങ്ങളെ മറ്റു ചില ഗുണങ്ങൾ കൂടെ നോക്കാം. अभी इस राजा का और भी कुछ गुणों के बारे में हम देखें. നമുക്ക് സക്കറിയ പ്രവചനം 9:9 जकरिया नबी किताब 9 अध्याय उसका 9 वचन पढ़ेंगे. जकरिया 9 अध्याय का 9 वचन. हे सियोन बहुत ही मगन हो, हे यरूशलेम जय जयकार कर, क्योंकि तेरा राजा तेरे पास आएगा. वह धर्मी और उद्धार पाया हुआ है, वह दीन है और गधे पर वरण गधी के बच्चे पर चढ़ा हुआ आएगा. ഇവിടെ നമ്മൾ ഇപ്പോൾ വായിച്ചത് അവൻ നീതിമാനാണ്, अभी यहाँ पर हमने जो पढ़ा वो धर्मी है അവൻ ജയശാലിയാണ്, और वो विजयी है അവൻ താഴ്മയുള്ളവനാണ്. और वो नम्र है. അപ്പോൾ ഇത്രയും വലിയ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ള രാജകീയ പ്രകൃതി എന്ന് പറയുന്നത് വളരെ താഴ്മയോടുകൂടിയാണ് ഈ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ये राजा इतना महान प्रतापी होने पर भी वो उसका सिंहासन में जो बैठता है वो बहुत सौम्य और नम्र स्वभाव का है. അപ്പോൾ ഈ രാജാവിന്റെ ജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. और उसी राजा का जीवन को प्रभु ने हमें दिया है. ഈ രാജാവ് ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു, ഞാൻ വളരെ താഴ്മയും വിനയവും ഉള്ളവനാണ്. और ये राजा जब ये दुनिया में हमारे समान मनुष्य बनकर जीवन बिताने के समय में वो खुद को कहा मैं नम्र और दीन हूँ. അപ്പോൾ നമുക്ക് അടുത്ത യുഗത്തിൽ രാജാവാകണമെങ്കിൽ ഈ ഒരു സ്വഭാവം ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ കൊണ്ടുവരികയാണ്. अभी हमें अगला युग में प्रभु के साथ राज करने के लिए ये स्वभाव ये गुण हमारे जीवन में प्रभु लाना चाहता है. കാരണം ഇതിന് വിരുദ്ധമായ അഹങ്കാരത്തിന്റെയും തന്നെത്താൻ ഉയർത്തുന്നതുമായ ഒരു ജീവൻ നമുക്കുണ്ട്. अभी इसके खिलाफ में अपने आप को ऊंचा करने वाला एक घमंडी स्वभाव हमारे जीवन में है. അപ്പോൾ യേശുക്രിസ്തു മഹാരാജാവ് എന്നുള്ള രീതിയിൽ അവന്റെ താഴ്മയുള്ള ജീവൻ ഇന്ന് നമുക്ക് പ്രാപിക്കാനുള്ള അവസരമാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. प्रभु यीशु मसीह महाराजा है और उसका जीवन प्राप्त करके उसका स्वभाव में बढ़ने के लिए प्रभु ने हमें मानो उस प्रकार का कार्य किया हुआ है. അപ്പോൾ പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പോൾ പറയുകയാണ്, നമുക്ക് രണ്ട് രീതിയിൽ ഉള്ള ഒരു അടിസ്ഥാനമുണ്ട്. ഒന്ന് ഈ ലോകത്തോട് മാത്രം ചേർന്ന് അവസാനിച്ചു പോകുന്ന ഒരു ഫൗണ്ടേഷൻ, മറ്റൊന്ന് അടുത്ത കാലത്തേക്ക് ഒരു ഫൗണ്ടേഷൻ. अभी जब पौलुस तीमुथियुस को जब समझाता है तब वो दो बात को बताता है कि एक इस जीवन में नींव डाल करके इस दुनिया की बातों पर चिंता करके समाप्त होने वाले एक जीवन, दूसरा अनंत काल की बातों पर नींव डाल करके अनंत बात को प्राप्त करने वाला एक जीवन. നമുക്ക് ലാസറിന്റെയും ധനവാന്റെയും ജീവിതത്തിൽ ഈ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. हम लोग वो लाजर और धनवान का बारे में अगर देखेगा तो ये दोनों बात को हम देख सकता है. ധനവാനായ മനുഷ്യൻ ഈ ലോകത്തിൽ മാത്രം അവസാനിക്കുന്ന മഹത്വം എല്ലാം പ്രാപിച്ചു കഴിഞ്ഞു. वो धनवान व्यक्ति जो था
ये दुनिया में मिलने वाला उन खुशियों को प्राप्त कर चुके थे അപ്പൊ അദ്ദേഹം ഈ ലോകത്തിലെ ജീവനെ മുറുകെ പിടിച്ചു. और उस व्यक्ति ने इस जीवन का बात या दुनिया की बातों को उन्होंने मजबूत थामा. എന്നാൽ ലാസർ അങ്ങനല്ല. परंतु लाजर ने ऐसा नहीं അവൻ किया. വരുവാനുള്ള രാജ്യത്തിന്റെ മഹത്വം മുറുകെ പിടിച്ചു. उन्होंने आने वाला उस युग का उस जीवन को उन्होंने मजबूत थामा. എല്ലാ വിശ്വാസികളും ഈ ലോകത്തിന്റെ മഹത്വത്തിലും ആ ജീവനിൽ മുറുകെ പിടിച്ചുള്ള ജീവിതമായിരുന്നു. आज बहुत से विश्वासियों का जीवन में हम देखते हैं कि इस जीवन में मतलब खुशी मनाने के लिए उसको थामे रहते हुए जीवन. നമ്മൾ എഫെസ്യർ 2 വായിക്കും ഈ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് ജീവിച്ചവരായിരുന്നു. वे लोग ये दुनिया का रीति में जीवन बिताने वाले लोग थे. എന്നാൽ ദൈവം നമ്മെ വിളിച്ചപ്പോൾ परंतु जब प्रभु ने हमें बुलाया നമ്മെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയെന്നാണ്. और हमें बुला करके स्वर्गीय स्थानों में बैठाया करके हम लोग एफेसियों 2:7 में बढ़ता ആ है. സ്വർഗരാജ്യം ഇവിടെ ഭൂമിയിൽ വാഴുന്നതാണ് വരുവാനുള്ള രാജ്യം. अभी वो स्वर्ग का राज्य ये दुनिया में होने वाला बात है, आने वाला राज्य. അപ്പൊ നമ്മുടെ പഴയ ജീവനും പുതിയ ജീവനും തമ്മിൽ ഒരു സംഘടനമുണ്ട്. अभी हमारा पुराना जीवन और नया जीवन की आपस में एक बहुत बड़ा लड़ाई है. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ പഴയ ജീവനാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പരാജയം സംഭവിക്കും. यदि हम जाने अनजाने पुराना वो जीवन को और हम थामे रहेगा पकड़ा रहेगा तो हमें बहुत बड़ा मुसीबत आएगा. അപ്പൊ വരുവാനുള്ള രാജ്യം രാജീയ ജീവനാണ്. എല്ലാ രാജ്യത്വമാണ്, സ്വർഗീയമാണ്. क्योंकि आने वाला जीवन जो है वो राजकीय जीवन है, वो स्वर्गीय बातें है. നമ്മൾ അതിന്റെ മഹത്വം പൂർണ്ണമായും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ ദൈവാത്മാവ് ഇപ്പോൾ നമുക്കത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. अभी हम पूर्ण रूप में उसका बारे में नहीं जानता, हमने देखा भी नहीं, सुना भी नहीं, सोचा भी नहीं, तो भी प्रभु की आत्मा उन बातों को हमें प्रकाशित करते रहता है. അപ്പൊ ഇപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജാവിന്റെ രാജീയ ജീവനാണ് ഇറ്റേണൽ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. अभी हम लोग जीवन बिताने के समय में वो राजा का जीवन पाया है, वो जीवन अनंत जीवन है. നമുക്ക് ഏത് ജീവനും തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. हमको कोई भी मतलब जीवन को चुनने के लिए प्रभु ने हमें अधिकार दिया है. അപ്പൊ നമുക്ക് ഒരു വാക്യം തീമോത്തിയോസിന് പൗലോസ് ലേഖനം എഴുതുന്നു. 1 തീമോത്തി 6:19 നമ്മൾ വായിക്കുകയാണ്. पहला तिमोथी 6 अध्याय उसका 19 वचन में तिमोथियोस को पौलुस इस रीति में लिखता है. पहला तिमोथी 6 अध्याय का 19 वचन. और आगे के लिए एक अच्छी नींव डाल रखे कि सच्चे जीवन की वश में कर ले. നമുക്ക് അവിടെ പറയാം റിയൽ ലൈഫ് മുറുകെ പിടിക്കണം. अभी यहाँ पर कहता है कि तुम सच्चे जीवन को पाए, उसके लिए उसको थामे लो. അപ്പൊ നമുക്ക് താൽക്കാലികമായ ഒരു ജീവനുണ്ട്. हमारे लिए फिलहाल इस दुनिया के लिए एक जीवन है, നമുക്ക് റിയൽ ലൈഫ്, ഇറ്റേണൽ ലൈഫും. परंतु एक सच्चे जीवन है, वो अनंत जीवन भी है. അപ്പൊ ഏത് മുറുകെ പിടിക്കണമെന്നാണ് തീമോത്തിയോസിന് എഴുതുന്നത്. अभी कौन सी बात को थामे रहने के लिए तिमोथियोस को बताता है. പൗലോസ് തന്റെ സഹപ്രവർത്തകരോട് പറയുക. अपने सहकर्मी को पौलुस कहता है. അപ്പം തീമോത്തിയോസിന്റെ പഴയ ജീവൻ, ഈ ഭൂമിയോട് ബന്ധപ്പെട്ട ജീവൻ മുറുകെ പിടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് പറയുകയാണ്, ആ ജീവനെ അല്ല നീ മുറുകെ പിടിക്കേണ്ടത്, ഇറ്റേണൽ ലൈഫിനെ നീ മുറുകെ പിടിക്കണം. मतलब इस दुनिया में जीते वक्त दुनिया का जीवन को वो मजबूत थामने का खतरा रहता है. इसलिए पौलुस उनको चेतावनी देकर कहता है कि तुम उस अनंत जीवन को थामे रहना. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ഇറ്റേണൽ ലൈഫിലല്ല ജീവിക്കുന്നത്. हम लोग उद्धार पाया कहने से हमेशा हम इस अनंत जीवन में हम जीते नहीं. നമ്മളെ പഴയ ജീവനുണ്ട്. हमारा साथ वो पुराने जीवन भी है. അപ്പം ഈ ഇറ്റേണൽ ലൈഫ് എപ്പോഴും ഒരു രാജവാഴ്ചയാണ്. परंतु ये अनंत जीवन का जिंदगी जो है वो एक राज करने वाला एक जीवन है. അപ്പൊ നമുക്ക് റോമലേഖനം 5 അധ്യായത്തിൽ വായിക്കും, പഴയ ജീവന് ഒരു വാഴ്ചയുണ്ട്. जब हम लोग रोमियों का पत्री में 5 अध्याय में पढ़ता है, क्योंकि पुराना जीवन को भी एक राज है. ഇത് രണ്ടും ഒരു വാഴ്ചയാണ്. ये दोनों बात में एक राज है. ഈ അപ്പോൾ നമ്മൾ അതിന്റെ വ്യത്യാസം നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ അവിടെ നമ്മൾ റോമാലേഖനം അതിന്റെ 5 അധ്യായം 21 വാക്യം വായിക്കുമ്പോൾ जब उसका फर्क हमको समझ में आएगा तो अगर हम रोमियों का पत्री 5 अध्याय उसका 29 वचन 5:21 5 अध्याय का 21 वचन कि जैसे पाप ने मृत्यु को फैलाते हुए राज्य किया, वैसे ही हमारे प्रभु यीशु मसीह के द्वारा अनुग्रह भी अनंत जीवन के लिए धर्मी ठहराते हुए राज्य करे. നമ്മൾ പാപികളായിരുന്നപ്പോൾ ആ പാപജീവൻ ഒരു കേവലം ജീവൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ ജീവൻ നമ്മളെ വാണിരുന്നു എന്ന് വചനം പറയുന്നു. अभी यहाँ पर वचन हमें ये बात को देखने के लिए मिलता है कि जब हम पापी थे उस समय में वो जीवन हमारे जीवन में राज करते थे. അതാണ് പൗലോസ് അത് മനസ്സിലാക്കി പറഞ്ഞത്, ഞാൻ ആ പാപികളിൽ ഒന്നാം എന്ന് പറഞ്ഞാൽ ഈ പാപജീവൻ എന്നെ വാണിരുന്നു. इसका मतलब इसलिए प्रेषित पौलुस अपने जीवन में पहला जीवन के बारे में
वो कहता है कि मैं उन पापियों में पगला हमारा पापी है या नंबर 1 पापी है, क्योंकि ये पाप उन पर राज करता था। എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വന്നപ്പോൾ जब परमेश्वर की अनुग्रह हम पर आया, ഈ വാഴ്ച പാപജീവന്റെ വാഴ്ചയ്ക്ക് ബദലായിട്ട് വേറൊരു വാഴുന്ന ജീവനാ കൊണ്ടുവന്നിരിക്കുന്നത്. अभी एक पाप में जीवन बिता करके पाप हमारे ऊपर राज करने के बदले में और एक जीवन जो हमें राज करने के लिए प्रभु ने हमारे को दिया। അതെങ്ങനെ കിട്ടി? वो कैसे मिला? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതി നിമിത്തം अभी हमारा प्रभु यीशु मसीह की धार्मिकता के कारण हमको ये जीवन मिला। നിത്യജീവൻ കിട്ടുക എന്ന് മാത്രമല്ല, ये सिर्फ अनंत जीवन पाना इतना ही नहीं, വാഴുന്ന ജീവൻ. वो राज करने वाला जीवन। കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ജീവൻ ഉണ്ടാകേണ്ടതിന് സമൃദ്ധമായ ജീവൻ ഉണ്ടാകേണ്ടതിന് ഞാൻ ലോകത്തിൽ വന്നു. पिछले दिन में प्रभु यीशु मसीह के उस खाने का शब्द हमने ध्यान किया था कि उन्हें जीवन मिले और बहुतायत से जीवन मिले, उसके लिए मैं आया करके प्रभु ने कहा। അപ്പം നിത്യജീവൻ നമുക്ക് ഉണ്ട് എന്ന് പറയുകയും വാഴാത്ത രീതിയിൽ വന്നില്ലെങ്കിൽ മറ്റേ ജീവൻ വാഴും. अगर हम कहता है कि मैंने अनंत जीवन पाया है और वो अनंत जीवन हमारे ऊपर राज नहीं करता है, तो जो हमारा जो दूसरा जो जीवन है मनुष्य के जीवन, वो जीवन हम पर राज करेगा। അപ്പം 14 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, और हमें वही उसका 14 वचन में 5 का 14 वचन में रोमियो 5 का 14 में हम पढ़ता है, നാം ഇനി ചില പ്രമാണങ്ങൾക്ക് അധീനപ്പെട്ടല്ല ജീവിക്കേണ്ടത്. अभी हम किसी ऐसा कोई व्यवस्था का अधीन होकर के नहीं जीना, നമ്മൾ കൃപയ്ക്ക് അധീനരായി. ഈ കൃപ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. हम उस अनुग्रह के अधीन में जीवन बिताना चाहिए। अनुग्रह बोलेगा तो बहु प्रभु यीशु मसीह है। പഠോ. तो भी आदम से लेकर मूसा तक मृत्यु ने उन लोगों पर भी राज्य किया। 6:14 6:14 तब तुम पर पाप की प्रभुता न होगी, क्योंकि तुम व्यवस्था के अधीन नहीं वरन अनुग्रह के अधीन हो। അപ്പൊ നമ്മൾ വിശ്വാസത്തിൽ വരുമ്പോൾ जब हम विश्वास में आते हैं, ആദ്യം നമ്മളിൽ വാണിരുന്ന വാഴ്ചയ്ക്ക് പകരമായി അതിന് ബദലായി അതിനെ എതിർക്കുന്ന വേറൊരു രാജവാഴ്ച നമ്മളിൽ കൊണ്ടുവരികയാണ് ദൈവം. हमारे जीवन में जो पहले हमारा जीवन जो राज करता था वो पावमय जीवन, परंतु उसके बदले में प्रभु और एक जीवन राज करने के लिए लाता है, वो प्रभु का जीवन है। അപ്പൊ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തിന് ഇരുന്ന് നിർണ്ണയിക്കണം, ഇന്ന് എന്നിൽ വാഴേണ്ടത് കർത്താവ് നീയാണ്, ഞാൻ സ്വയം ജീവിച്ചു പോയാൽ പാപം എന്നിൽ വാഴും. ഇങ്ങനെ വ്യക്തമായിട്ട് ജീവൻ വാഴുന്ന രാജകീയ ജീവൻ വാഴുന്ന നിലയിൽ നമ്മളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും കർത്താവ് ഈ രാജാവുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യണം. हर रोज हम सवेरे उठने के समय में हमें एक निर्णय लेना चाहिए, प्रभु आज आपका जीवन मुझ में राज करे, उसके लिए मैं अपने आप को समर्पण करता हूँ। नहीं तो क्या होगा, दूसरा वो जीवन है वो हमारे ऊपर राज करेगा, वो हमारे लिए धोखा है। इसलिए रोज वो नया जीवन जो प्रभु ने अनंत जीवन दिया या प्रभु का जीवन दिया, वो जीवन हमारे में राज करने के लिए अपने आप को समर्पण करना चाहिए। അപ്പൊ നമ്മൾ 1 തിമോത്തി 6:19 വരാനുള്ള രാജ്യത്തിന്റെ ജീവനെ മുറുകെ പിടിച്ചുകൊള്ളാം, ആണ് നിത്യജീവൻ. हम लोग पहला तिमोथी 6:19 में अभी पढ़ा था, आने वाला वो हमेशा का जीवन को हमें थामा रहना। അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? विश्वास क्या है? എനിക്ക് ആ അനന്തകാല ജീവൻ എനിക്കുണ്ട്, അതാണ് ഫെയ്ത്ത്. मानव उस अनंत जीवन मैंने पाया है, मुझ में है, वो है विश्वास। പക്ഷെ ആ വിശ്വാസം നമ്മൾ വന്നു കഴിയുമ്പോൾ वो विश्वास हमारे जीवन में आने के बाद ആ പഴയ വാഴുന്ന ജീവനുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. आप जो पहले जीवन बिताते थे वो जीवन के साथ हमेशा एक लड़ाई है। നമ്മൾ 1 തിമോത്തിയോസ് 6:12 അതാണ് ദൈവദാസൻ പറയുന്നത്. जब पहला तिमोथी 6:12 में पौलुस उसको ये बात को समझाता है, पहला तिमोथी 6:12, विश्वास की अच्छी कुश्ती लड़ और उस सनातन जीवन को धर ले जिसके लिए तू बुलाया गया और बहुत से गवाहों के सामने अच्छा अंगीकार किया था। നോക്കുക, നമ്മളെ ദൈവം വിളിച്ച് എന്ത് തരാനാണ്? प्रभु ने हमें बुलाया, क्या देने के लिए बुलाया? ഈ വാഴുന്ന രാജാവിന്റെ ജീവൻ, ये राज करने वाला राजा का उस सनातन जीवन, അവനത് നീതിയിൽ സമ്പാദിച്ചതാണ്. वो प्रभु ने अपनी धार्मिकता में प्राप्त किया है। നമ്മളത് നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 32 അധ്യായം, जब यशायाह नबी किताब 32 अध्याय, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതി സ്ഥാപിക്കാൻ, പിതാവിന്റെ രാജ്യം സ്ഥാപിക്കാൻ, നീതി സ്ഥാപിക്കാനായിട്ട് അവൻ എന്ത് ചെയ്തു എന്നുള്ളതോടെ വായിക്കുന്നുണ്ട്. हमारे प्रभु यीशु मसीह ने अपने राज्य को स्थिर करने के लिए प्रभु ने क्या किया करके हम लोग वहां पर पढ़ते हैं। അവിടെ 32:17 उसका 32 अध्याय का 17 वचन, और धर्म का फल शांति और उसका परिणाम सदा का चैन और निश्चय रहना होगा। അവർ കൂടെ मेरे लोग शांति के स्थानों में निश्चिंत रहेंगे और विश्राम के स्थानों में सुख से रहेंगे। അപ്പൊ അത് അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും എന്റെ അടുക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. അതാണ് ക്രൂശിൽ കർത്താവ് എന്ത് ചെയ്ത് ഈ പാപജീവന്റെ ശക്തിയെ തകർത്തു.
मतलब प्रभु यीशु मसीह जैसा ये बात को आपने सुना, जब यीशु मसीह दुनिया में आया उस समय में क्या बोला, हे परिश्रम करने वालों बोझ से निवे लोगों मेरे पास आओ, मैं तुझे विश्राम दूंगा। तो प्रभु ने क्या किया, सूली पर शैतान का उन सामर्थ्यों को तोड़ डाला। ആ അപ്പോൾ അവിടെ നീതിയുടെ പ്രവൃത്തി ക്രൂശിൽ എന്ത് ചെയ്തു, ദൈവത്തിന് നീതി സ്ഥാപിച്ചു. क्योंकि क्रूस में प्रभु ने क्या किया, परमेश्वर की धार्मिकता का स्थापना किया। എന്നാൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിൽ എന്ത് സംഭവിച്ചു? परंतु हमारे प्रभु का जो चुने हुए लोग इसराइल को क्या हुआ, ക്രിസ്തുവിനെ നീതിയായി കാണാതെ उन लोगों ने प्रभु यीशु मसीह पर विश्वास करके वो धार्मिकता प्राप्त न करते हुए, അത് നമ്മൾ റോമലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, रोमियो का पत्री उसका 10 अध्याय का 3रा वचन में ये बात लिखा है। रोमियो 10 अध्याय का 3रा वचन, क्योंकि वे परमेश्वर की धार्मिकता से अनजान होकर और अपनी धार्मिकता स्थापित करने का यत्न നോക്കുക, ആ പഴയ ജീവൻ പിന്നെയും പഴയ ജീവനിലെ ചില പഴയ ജീവൻ എന്ന് പറയുമ്പോൾ ആ ആദാമ്യ ജീവനിലുള്ള ഒരു നീതി സ്ഥാപിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. अभी देखिए यहाँ पर क्या हुआ कि वो लोगों ने परमेश्वर की धार्मिकता ना जान करके अपनी धार्मिकता का स्थापन करने के लिए जो आदमी जीवन जो है वो जीवन को उसको एकदम मजबूत पकड़ के आगे बढ़ने के लिए वो लोग चाहता है। അപ്പൊ നമുക്ക് ഈ വരാൻ പോകുന്ന രാജ്യത്തിന്റെ മഹത്വം നമ്മൾ ചിന്തിക്കുമ്പോൾ यदि आने वाला उस राज्य का महिमा को अगर हम सोचेगा तो ആദ്യം രാജാവിനെയാണ് ശ്രദ്ധിക്കേണ്ടത്. सबसे पहले राजा की ओर ध्यान देना। രാജാവ് അങ്ങനെയൊക്കെയാണ് പ്രജകളാകാൻ പോകുന്നത്. जैसा राजा है वैसा प्रजा है। അപ്പോൾ ഈ നമ്മൾ വാഴാൻ പോകുന്ന പ്രജകളുടെ മഹത്വം പറയുന്നുണ്ട്. अभी जो राज करने जा रहा है उन प्रजाओं का महिमा भी वहां पर वर्णन किया हुआ है। നമ്മൾ വാഴാൻ പോകുന്ന ആരാണ്? ഇസ്രായേൽ. നമ്മൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ഇസ്രായേൽ ഗോത്രം അതിനെയും ന്യായം വിധിക്കും. अभी प्रभु ने अपने चेलों को कहा था कि तुम लोग इसराइल के 12 गोत्रों पर राज करेगा। നമുക്ക് ലൂക്കോസ് സുവിശേഷം 22-ന്റെ 28-ാം വാക്യം ഒന്ന് वाइക്കാം. लूका 22 अध्याय का 28 वचन हम देखे। लूका 22 अध्याय का 28 वचन, तुम वह हो जो मेरी परीक्षाओं में लगातार मेरे साथ रहे। तुम वो हो जो मेरे परीक्षाओं में लगातार मेरे साथ रहे, और जैसे मेरे पिता ने मेरे लिए एक राज्य ठहराया है वैसे ही मैं भी तुम्हारे लिए ठहराता हूँ, ताकि तुम मेरे राज्य में मेरे मेज पर खाओ पियो, वरन सिंहासन पर बैठकर इस्राएल के 12 गोत्र का न्याय करो। അപ്പൊ നമ്മൾക്ക് രാജാവാണെങ്കിൽ ഭരിക്കാൻ ആൾ വേണ്ടേ? अभी राजा है तो राज करने के लिए लोग चाहिए ना। അപ്പൊ എങ്ങനെയുള്ള ജനത്തെയാണ് ഭരിക്കാൻ പോകുന്നത്? कैसा लोगों के ऊपर हम राज करने जा रहा है? വെറും ദുഷ്ടരും അഹങ്കാരികളും ഫലമില്ലാത്ത ആൾക്കാരെ അല്ല. सिर्फ दुष्ट लोग है, घमंडी लोग है, बात नहीं मानने वाला, ऐसा कुछ बुरे लोगों के ऊपर नहीं। ഏറ്റവും നല്ല സ്വഭാവമുള്ള ഏറ്റവും നല്ല രാജ്യത്തിന് കൊള്ളാവുന്ന രീതിയിലാണ് ദൈവം ഇസ്രായേൽ ഒരുക്കിയെടുക്കും. अभी सबसे अच्छा देश, अच्छा स्वभाव, ऐसा लोग करके इसराइल को प्रभु तैयार करेगा। നമുക്കൊരു വാക്യം വായിക്കാം. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം. हम और एक वचन पढ़ेंगे, एशिया 60 अध्याय, യെശയ്യാവിന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 17-ന്റെ ബി മുതൽ വായിച്ച് उसका 17 वचन के बी पाठ से पढ़ेंगे। मैं तेरे हाकिमों का मेल मिलाप और तेरे चौधारियों को धार्मिकता ठहराऊंगा। അവിടെ എന്താ വായിച്ചത്? वहां पर हम क्या पढ़ा है? मैं तेरे हाकिमों को मेल मिलाप और तेरे चौधारियों को धार्मिकता ठहराऊंगा। എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ പാപ അവസ്ഥയും മാറ്റും. बोलने का अर्थ क्या है कि तुम्हारा हर प्रकार का पाप का स्वभाव को हटा देगा। അപ്പൊ അവിടെ അങ്ങനെയുള്ള ഒരു ജനം, അങ്ങനെയുള്ള ഒരു അവിടെ നമുക്ക് അവിടെ വായിക്കാം. അതായത് 60-ന്റെ 18-ാം വാക്യം കൂടെ വായിച്ചാൽ 18 वचन भी पढ़िएगा। तेरे देश में फिर कभी उपद्रव और तेरे सीमाओं के भीतर उत्पात या अंधेर की चर्चा न सुनाई पड़ेगी, परंतु तू अपनी शहर നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. वापस से पढ़िए। तेरे देश में फिर कभी उपद्रव എന്ന് പറഞ്ഞാൽ സാഹസം ചെയ്യുന്നവരാരും किसी प्रकार का उपद्रवी लोग कोई भी उस समय में नहीं रहेगा। എന്ന് പറഞ്ഞാൽ ആ ജനം എങ്ങനെ ആയിരിക്കും? वे लोग कैसे रहेंगे? നീതിവാന്മാരാണ്, धर्मी लोग हैं। നമ്മൾ താപ്പോട്ട് വായിക്കുമ്പോൾ ഉണ്ടത്. वो नीचे पढ़ने के समय में वो बहुत विस्तार से लिखा हुआ है। 21-ാം വാക്യത്തിലുണ്ട്. उसका 21 वचन पढ़िएगा। तेरे लोग सबके सब धर्मी होंगे, वे सर्वदा देश के अधिकारी അപ്പൊ होंगे। നമ്മൾ വാഴാൻ പോകുന്ന ആരെയാ? ഇത് ഇസ്രായേലിനെ കുറിച്ച് പറയുക, നമ്മളെ കുറിച്ചല്ല. अभी हम इस पर राज करने के लिए जा रहा है, ये इसराइल के बारे में बोला है, हमारे बारे में नहीं। അപ്പൊ യേശുക്രിസ്തു രാജ്യം ഭരിക്കാൻ പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ സമ്പൂർണ്ണമായി നീതിവാന്മാരാക്കി അവർ സൽഗുണപൂർവ്വരാക്കും. जब प्रभु यीशु मसीह राज करने के लिए जब जाता है
उस समय में सारे इसराइल को प्रभु धर्मी बना करके उनके ऊपर राज करेगा। അപ്പോൾ അതിനാണ് അവരെ മഹോദരത്തിലൂടെ വിടുന്നത്. इसके लिए उनको उस क्लेश में होकर गुजरने देता है। ഞാൻ നിന്നെ വെള്ളി ശോധന ചെയ്യുന്നത് പോലെ ഞാൻ നിന്നെ ശോധന ചെയ്യും. प्रभु ने कहा है कि मैंने चांदी को जैसे शुद्ध करता है वैसा मैं तुम्हें शुद्ध करूंगा। നിന്നെ തീച്ചൂടിലൂടെ വിടും. मैं तुम्हें आग की भट्टी में होकर के गुजरने दूंगा। കാരണം ഇസ്രായേലിന് വരാൻ പോകുന്ന കഠിന ശോധന അതാണ്. इसराइल की जीवन में आने वाला वो भयंकर शोधना वही बात है, അവരെ തീയിലിട്ട് പൊന്നുപോലെ ഉരുക്കിയെടുക്കും. क्योंकि उनको आग में डाल करके सोने के समान उनको तैयार करेगा। അപ്പോഴും അവര് സഭ ആകുന്നില്ല. अभी भी वो मंडली नहीं बनता, അവരെ ക്രിസ്തു വാഴാനുള്ള ജനമാണ്. वो मसीह राज करने वाला लोग है, സഭ വാഴാനുള്ള ജനമാണ്. मंडली उन पर राज करेगा। അപ്പൊ രാജ്യം സഭ ഭരിക്കുന്ന ജനം ഇങ്ങനെയാണെങ്കിൽ ആ ഭരിക്കുന്നവർക്ക് ഈ ജനത്തിന്റെ ക്വാളിറ്റി ഇല്ലെങ്കിലോ? अगर आप सोचिए राज के लोग इतना धर्मी लोग हैं तो उन पर राज करने वाला लोगों में उससे बढ़कर के अगर गुण नहीं है तो क्या होगा? ആ എങ്ങനായിരിക്കും? फिर कैसे रहेगा? അപ്പൊ അതുകൊണ്ടാണ് അവർ കടന്നു പോകുന്ന ശോധനയാകുന്ന തീയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി അനുഭവിച്ചത്. ആ കഷ്ടത वे लोग जो भयानक आग में होकर गुजरने वाला वेदना यातना हमारे प्रभु यीशु मसीह हमारे लिए सूली पर सहा। അപ്പൊ കർത്താവായ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളോട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ जब हम प्रभु यीशु मसीह के उन कष्टों में जब सहभागी हो जाता है നമ്മൾ വാഴ്ചയിലേക്ക് വരികയാണ്. हम लोग उस राज्य में आता है। നമ്മൾ 2 തീമോഥെയോസ് 2:10-11 വാക്യങ്ങളാണ് വായിക്കുന്നത്. दूसरा तिमोथी दूसरा अध्याय का 11-12 वचन हम क्या पढ़ता है? यह बात सच है कि यदि हम उसके साथ मर गए हैं तो उसके साथ जिएंगे भी, यदि हम धीरज से सहते रहे तो उसके साथ राज्य भी करेंगे, यदि हम उसका इनकार करें तो वह भी हमारा इनकार ഇവിടെ करेगा। നമ്മൾ വായിക്കുകയാണ്, സഹിക്കുന്നുവെങ്കിൽ. अभी यहाँ पर हम पढ़ता है कि अगर हम उनके साथ कष्ट सहेगा तो ഈ കർത്താവ് വാഴാൻ പോകുന്ന ജനം ആരായിരിക്കും? प्रभु राज करने के लिए जो जा रहा है वो लोग कौन लोग हैं? 3.5 വർഷത്തെ ഭയങ്കരമായ പീഡന സഹിച്ച് ജയാളികളാകുന്നവരാണ്. जब आखिरी 3.5 साल का महाक्लेश को सह करके विजय होने वाले लोग हम रहे അവരെയാണ് നമ്മൾ വാഴാൻ പോകുന്നത്. और उन पर हम राज करने जा रहे हैं। അപ്പൊ നമ്മൾ കഷ്ടങ്ങളിലൂടെ പോകുമ്പോൾ हम जब इस कष्टों में होकर गुजरते हैं സഹിക്കണം. और हमें उन बातों को सहना है, കാരണം ക്രിസ്തു ഇതെല്ലാം സഹിച്ചത് നമ്മൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാനുള്ള കൃപ കിട്ടും. क्योंकि जो प्रभु यीशु मसीह ने ये सारे कष्टों में होकर गुजरा ये बात को हम देखता है तो हमें भी इन कष्टों में गुजरने के लिए सामर्थ्य मिलेगा। അപ്പോൾ ദൈവം പണ്ട് മോശയോട് വചനം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മോശയോട് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെയുള്ള എല്ലാ അനുഗ്രഹവും അവർക്ക് കിട്ടും. जब प्रभु ने मूसा के द्वारा इसराइल को जितना भी वचन दिया वायदाएं दिया वो सारी आशीष उनको मिलेगा। നമ്മൾ അവരെ കുറിച്ച് പണ്ട് ദൈവം ആഗ്രഹിച്ചത് നമ്മൾ പുറപ്പാട് പുസ്തകം 19-6 വാക്യങ്ങളിൽ 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. जब प्रभु ने मूसा के द्वारा इसराइल लोगों को कहा हुआ बात निर्गमन का किताब 19 अध्याय का 5 और 6 वचन में हम देखता है। വായിക്കും, ഇന്നലെ നമ്മൾ വായിച്ചതാണ്. हम लोग निर्गमन 19 का 5-6 वचन। इसलिए अब यदि तुम निश्चय मेरी मानोगे और मेरी वाचा का पालन करोगे तो सब लोगों में से तुम ही मेरी निज धन ठहरोगे, समस्त पृथ्वी तो मेरी है और तुम मेरी നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിതന്മാരാകും. तुम मेरे लिए राजकीय याजकगण देगा। അത് ദൈവം ഇസ്രായേലിന് കൊടുക്കും. ये परमेश्वर इसराइल को देगा। അതാണ് നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ. ये बात 1000 साल के राज में हमारी अवस्था അപ്പൊ है। നമ്മൾ വാഴാൻ പോകുന്നവർ ആരായിരിക്കും? हम लोग जिस पर राज करने जा रहे हैं वे लोग कौन रहेंगे? രാജകീയ പുരോഹിതന്മാരാണ്. वो राजकीय याजकगण है। അവരുടെ മുകളിലാണ് उनके ऊपर നമ്മൾ രാജകീയ പുരോഹിതന്മാർ. हम लोग राजकीय याजकगण बनकर राज करेगा। നോക്കുക, ഇസ്രായേൽ ഗോത്രത്തെ മുഴുവൻ എല്ലാവരും കർത്താവ് ആരാക്കും. അത് മോശയുടെ കാലം സാധിച്ചില്ല, എന്നാൽ കർത്താവ് അത് സാധിച്ചു കൊടുക്കും. जब सारे इसराइल के बारे में प्रभु का योजना मूसा के समय में पूरा नहीं हुआ परंतु प्रभु का वचन प्रभु आगे को जाकर के पूरा करेगा। അവിടെ നമ്മള് യെശയ്യാവിന്റെ പുസ്തകം 61 यशायाह 61 अध्याय 6 വാക്യം. उसका 6 वचन। നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഇവിടെ? हम लोग यहाँ पर क्या बात को ध्यान कर रहा है? അടുത്ത യുഗത്തിൽ നമ്മൾ ആരെയാണ് വാഴുന്നത് അവരുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. अगला युग में हम किन पर राज करने जा रहा है उनकी स्वभाव के बारे में हम यहाँ पर ध्यान करते हैं। അവരുടെ മുകളിൽ നമ്മൾ വാഴണമെങ്കിൽ നമ്മൾ അവരുടെ ക്വാളിറ്റിയേക്കാൾ അതാണ് നിങ്ങൾക്ക് ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയിൽ അധികമായ നീതി ഉണ്ടാകണം. मतलब उनके ऊपर अगर हमें राज करना है तो उनकी स्वभाव से हमारा स्वभाव अच्छा रहना चाहिए। जैसा प्रभु ने कहा कि तुम्हारा धार्मिकता शास्त्री और फरीसियों की धार्मिकता से बढ़कर नहीं होगा तो तुम स्वर्ग राज्य में प्रवेश नहीं करेगा करके प्रभु यीशु मसीह ने कहा था। അപ്പൊ 61 യെശയ്യാവിന്റെ പുസ്തകം 61 अभी यशायाह 61 अध्याय का 6 वचन।
पर तुम यहोवा के याजक कहलाओगे, वे तुमको हमारे परमेश्वर के सेवक कहेंगे, और तुम जाति जाति की धन संपत्ति को നോക്കുക, खाओगे। അവിടെ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. अभी यहाँ पर प्रभु वचन दे रहा है, वायदा दे रहा है, യേശുക്രിസ്തു സിംഹാസനത്തിൽ രാജ്യം ഭരിക്കുമ്പോൾ जब प्रभु यीशु मसीह सिंहासन में बैठ करके राज करेगा, യഹൂദന്മാർ ആരായിരിക്കും? उस समय में यहूदी लोग कौन होंगे? നമ്മളെ പുറപ്പാട് പുസ്തകത്തിൽ വായിച്ച ആ വചനം അവരെ നോക്കി. अभी निर्गमन राव में 19 अध्याय में हमने जो पढ़ा था, वो लोग याजक होंगे, वो वचन उनमें पूरा हो जाएगा। അവരിൽ ആരും ലജ്ജിതരുണ്ടാകത്തില്ല. നമ്മുടെ उनमें से വാക്യം. एक भी व्यक्ति लज्जित नहीं होने देगा। उसका 7 वचन, तुम्हारी नामधराई के बदले दूसरा भाग मिलेगा, अनादर के बदले तुम अपने भाग के कारण जय जयकार करोगे, तुम अपने देश में। നമ്മോട് വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ ആരും നാണക്കെട്ട് ജീവിക്കത്തില്ല. इसका मतलब अब नीचे को जो पढ़ेगा ना, उनको भी उनका बीच में कोई भी एक लज्जा के साथ जीवन नहीं बिताएगा। അപ്പം ഒരു ലജ്ജയും സാധ്യതയില്ലാത്തവരെയാണ് നാണം കെട്ടവർ ഭരിക്കാൻ പറ്റൂ. अभी आप सोचिए, जिस व्यक्तियों को किसी बात का कोई लज्जित होने वाला बात नहीं है, तो लज्जित होने वाले लोग उन पर राज करेगा क्या? ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ അനേകർ ലജ്ജിച്ചു പോകും. प्रियो, प्रभु का सिंहासन के सामने बहुत लोग लज्जित होगा। അപ്പൊ ലജ്ജിച്ചു പോകുന്നവരെ, ലജ്ജ ഒരിക്കലും വഹിക്കാത്തവരെ വാഴുവോ? अगर जो लज्जित होने वाला वो लोग, जो लज्जा कभी नहीं होने वाला, वो उन लोगों के ऊपर राज कर पाएंगे क्या? നമ്മൾ ചിന്തിച്ചു നോക്കേ. हम लोग ये बात को थोड़ा ध्यान से सोचे। അതുകൊണ്ട് രാജാവിന്റെ ജീവൻ ഇപ്പോൾ വാഴ്ചയിൽ വരണം. अभी हमारे जीवन में वो राजा का जीवन हमें राज करने वाला अनुभव में आना चाहिए। നമ്മൾ ആ ജനത്തെ വീണ്ടും ഒന്നുകൂടെ നോക്കാം. उन लोगों के बारे में फिर से हम एक बार देखें। കർത്താവ് രാജ്യം ഭരിക്കുമ്പോൾ സെക്രട്ടറി പ്രവചനം 12 അധ്യായത്തില് जब प्रभु इस दुनिया को जब राज करेगा, उस समय में जकरिया नबी किताब उसके 12 अध्याय, അതിന്റെ 12ന്റെ 8ാം വാക്യം, उसका 8 वचन, जकरिया 12 अध्याय का 8 वचन। उस समय यहोवा यरूशलेम के निवासियों को मानो ढाल से बचा लेगा, और उस समय उनमें से जो ठोकर खिलाने वाला हो वह दाऊद के समान होगा, और दाऊद का घराना परमेश्वर के समान होगा। और ആരെങ്കിലും अभी आप देखिए इसराइल की अवस्था कितना एक ऊंचा लेवल का अवस्था है। आप थोड़ा देखिए, किसके समान होंगे? ദൈവത്തെ പോലെ ഇരിക്കും. परमेश्वर के समान होंगे। അപ്പൊ ദൈവത്തെ പോലെ ഇരിക്കുന്നവരെ സാത്താനെ പോലെ ഇരിക്കുന്നവർക്ക് ഭരിക്കാൻ പറ്റൂ? जो परमेश्वर के समान रहने वाले लोगों को शैतान के समान रहने वाले लोग राज कर सकता है क्या? അപ്പോൾ അവർ ദൈവത്തെ പോലെ ആകുമ്പോൾ അതിനും മുകളിലാണ് നമ്മളെ ദൈവത്തെ പോലെ ആകുമെന്ന് പറയുമ്പോൾ ഒരു സാദൃശ്യമാണ്. എന്നാൽ സഭയാണ് ശരിക്കും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ പോലെ ഇരിക്കുന്നത്. यहाँ पर एक दृष्टांत का रूप में कहा है, लेकिन एक बात जानना है कि मानव प्रभु के समान होंगे करके बोलेगा तो उससे भी बढ़कर होना चाहिए। प्रभु के समान का मतलब क्या है कि वो एक दृष्टांत है, लेकिन मंडली उसके ऊपर एकदम महनीय पदवी या ऊंचा पदवी को धारण करेगा। അപ്പൊ അവിടെ നമ്മൾ ഭരിക്കാൻ പോകുന്ന ജനത്തിന്റെ ഒരു പ്രകൃതിയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. मतलब आने वाला भविष्य का युग में प्रभु की मंडली कैसे लोगों पर राज करने जा रहा है, उन लोगों के स्वभाव के बारे में हम लोग ध्यान कर रहा था। അപ്പൊ അപ്പോസ്തലന്മാരുടെ കീഴിൽ അവർ ഭരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ഭരിക്കാൻ പോകുന്നത് വെറും നാണം കെട്ടവരെയോ അല്ലെങ്കിൽ കുറച്ച് പാപികളെയോ അല്ല. जब इसराइल के 12 गोत्रों पर प्रेरित लोग जब राज करेगा, वहां पर कुछ कुकर्मियों के ऊपर, एक मतलब बुरे लोगों के ऊपर नहीं वो लोग राज कर रहे हैं। രാജകീയ പുരോഹിതന്മാരെ, वो लोग भी राजकीय याजक हैं। ദൈവത്തെ പോലെ ഇരിക്കുന്നവരെ, वो लोग परमेश्वर के समान दिखने वाले लोग हैं, ഒരിക്കലും ലജ്ജിക്കാൻ ആവശ്യമില്ലാത്തവരെ, और कभी भी लज्जित होने का जरूरत नहीं, ऐसा धर्मी लोग। നമുക്ക് ഇപ്പോൾ അത് നമ്മൾ അന്വേഷിച്ച് ആ രാജാവിനോട് ചേർന്ന് രാജ്യപദവിയിൽ നമ്മൾ ഇപ്പോൾ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ നമ്മൾ സിംഹാസനത്തിന് മുമ്പിൽ ലജ്ജിച്ചു പോകും. इसलिए ये आने वाला भविष्य में होने वाला बात है। इस कारण हम लोग इसी युग में, हम लोगों का अभी के जीवन में इन बातों पर ध्यान रखते हुए एक विजयी जीवन नहीं बिताएगा तो फिर वहां पर हमें लज्जित होना पड़ेगा। എന്നിട്ട് അവിടെ അതിന്റെ 60 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ പറയുകയാണ്, जब वही ऐसे 60 अध्याय का 19 वचन में कहता है, ഇനി പകൽ നേരത്ത് പടപടും, फिर दिन को सूर्य तेरा उजाला न होगा, न चांदनी के लिए चंद्रमा, परंतु यहोवा तेरे लिए सदा का उजाला, और तेरा परमेश्वर तेरी शोभा ठहरेगा। നോക്കുക, ദൈവം അവർക്ക് ശോഭയാകും. അതുകൊണ്ടാണ് നമ്മൾ ദൈവ തേജസ് അതിനു മുമ്പേ പ്രാപിക്കുന്നുള്ള വഴി കർത്താവ് ഒരുക്കി തന്നത്. प्रियो, उनके लिए परमेश्वर उनका शोभा रहेगा, इसलिए हमें उनको राज करने से पहले वो शोभा को हमें धारण करने की जरूरत है। അപ്പൊ അവിടെ നമ്മള് വായിക്കുമ്പോൾ
അതിന്റെ 24 അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകം 24 അധ്യായം जब हम और भागों में जब पढ़ता है तो यशायाह 24 अध्याय में അതിന്റെ 23 വാക്യം 24 का उसका 23 वचन पढ़ेंगे। तो यशायाह 24 का 23। तब चंद्रमा संकुचित हो जाएगा और सूर्य लज्जित होगा, क्योंकि सेनाओं का यहोवा सिय्योन पर्वत पर और यरूशलेम में अपनी प्रजा के पुरनियों के सामने प्रताप के साथ राज्य करेगा। നോക്കുക, ഈ പ്രജ ആരാണ്? अभी देखिए ये प्रजा कौन है? സഭ പ്രജയല്ല, मंडली प्रजा नहीं, സഭ വാഴുന്നവരാണ്. मंडली उस समय में राज करने वाले लोग हैं। അപ്പം സഭ ഭരിക്കുന്നവർ ആരാ? എങ്ങനെയുള്ളവരാണ്? तो मंडली किसके ऊपर राज करेगा और वो लोग कैसे लोग हैं? ഇനിയും അവിടെ പിന്നെ അപ്പോസ്തലന്മാർക്ക് കീഴെ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. ദാവീദിന് കീഴെ മൂപ്പന്മാരുണ്ട്, യഹൂദ മൂപ്പന്മാരുണ്ട്. अभी आप देखिए प्रेरितों के नीचे दावीद उनका राजा होंगे और उसके अलावा इसराइल की जो पूर्णी लोग है, प्राचीन लोग है, वो लोग भी उन पर राज करेगा। അപ്പോൾ ഈ മൂപ്പന്മാരുടെ കാര്യം അവിടെ പറയുന്നത് अभी यहाँ पर प्राचीन लोगों के बारे में कहता है 23 വാക്യത്തിൽ വായിച്ചത്. उसका 23 वचन में जो हमने जो पढ़ा है, അവരുടെ തേജസ് കണ്ടാൽ उनकी वो महिमा को देखेगा तो സൂര്യനും ചന്ദ്രനും നാണിച്ചു പോകും. सूरज और चंद्रमा लज्जित हो കാരണം जाएगा, ഇപ്പോഴത്തെ പ്രകാശമല്ല അന്നത്തെ സൂര്യനും ചന്ദ്രനും. क्योंकि अभी का जो प्रकाश ज्योति है वो नहीं उस समय में सूर्य और चंद्रमा का। അന്ന് 7 ഇരട്ടി പ്രകാശമായി, ചൂടല്ല, ഇരട്ടി പ്രകാശം. उस समय में इसका 7 गुना तेज रहेगा, लेकिन उसका मालूम क्या है कि गरमाइश नहीं। അപ്പോൾ സൂര്യന്റെ പ്രകാശം ഇപ്പോഴത്തേനും ഉള്ളതിന് 7 ഇരട്ടി ആവുമ്പോൾ എത്ര വെളിച്ചമായിരിക്കും? अभी आप सोचिए सूरज का प्रकाश अभी जो है उसका 7 गुना बढ़ेगा बोलेगा तो वो कैसा प्रकाश रहेगा? उसमें वो तेज नहीं लेकिन प्रकाश रहेगा। അപ്പൊ ആ പ്രകാശം ഈ ഇസ്രായേൽ മൂപ്പന്മാരുടെ തേജസ്സിന് മുമ്പിൽ ലജ്ജിച്ചു പോകുന്നു. अभी आप देखिए उतना 7 गुना सूरज और चंद्रमा का वो प्रकाश जो इसराइल की मतलब प्राचीन लोग है उनके प्रकाश के सामने लज्जित होने लायक है। इसका मतलब क्या है कि इतना मतलब कमजोर है। അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഭരിക്കാൻ പോകുമ്പോൾ ചെറിയ പ്രകാശമേ നമുക്കുള്ളെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഭരിക്കുന്നത്? अगर आप सोचिए ऐसा प्रकाशमान लोगों के ऊपर हमें राज करना है तो हमारे पास छोटा प्रकाश रहेगा तो उन पर हम कैसे राज करेगा? അപ്പൊ നമ്മൾ ആ ദേശത്തെ കുറിച്ച് അപ്പൊ ജനത്തിന്റെ പ്രകാശം ഇങ്ങനെ ആണെങ്കിൽ, ജനത്തിന്റെ ക്വാളിറ്റി ഇങ്ങനെ ആണെങ്കിൽ ദൈവം ദേശത്തിന് മാറ്റം വരുത്തും. प्रियो अगर उधर का रहने वाले लोगों की अगर अवस्था ऐसा है तो प्रभु देश का ही अवस्था को एकदम बदल देगा। നമ്മള് യെശയ്യാവിന്റെ പുസ്തകം ഒരുപാട് വചനങ്ങളുണ്ട്, നമുക്ക് എല്ലാം ഒന്നും वाइकണ്ട. उसमें उसके लिए बहुत से वचन है, लेकिन हम कुछ वचनों को देखेंगे। അതിന്റെ 55ന്റെ 12 വാക്യം, उसका 55 का 12 वचन, यशायाह 55 का 12 वचन। क्योंकि तुम आनंद के साथ निकलोगे और ഇവിടെ शांति ഇവിടെ के ഇവിടെ നമ്മൾക്ക് ഈ വാക്യം ഇച്ചിരി വിശദീകരണം വേണം. ഇവിടെ നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടുമെന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? अभी यहाँ पर इस वचन को हमें थोड़ा समझना जरूरी बात है कि तुम आनंद के साथ निकलोगे, ऐसा बोलने का अर्थ क्या है? അവിടെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 11 തീയതി വായിക്കുകയാണ്. जब यशायाह नबी की 11 अध्याय, जब यशायाह 11 अध्याय में हम पढ़ता है, അവിടെ ഇസ്രായേൽ ജനം ഒരിക്കൽ നമുക്കറിയാം, നമുക്ക് അവരൊക്കെ 1947 ഓഗസ്റ്റിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. ജനങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയവര് ഇസ്രായേലിനോട് ചേർക്കപ്പെട്ടു. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. जब हम लोगों को सबको मालूम है जब 1948 मई महीना 14 तारीख को वो लोग आजाद हुआ, सारे 130 राज्यों में से लोग आया और भी अभी आते रहता है। എന്നാൽ ഇവര് പിന്നെയും മഹോദ്രവസം ചിത്രീകരിക്കപ്പെടും. परंतु वापस एक बार महाक्लेश के दिनों में इन लोग चित्र पित्र किया जाएगा। കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്റെ രാജ്യത്തിന്റെയും നിന്റെ ലോകാവസാന കാര്യം പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. जब मत्ती के सुसमाचार 24 अध्याय में प्रभु यीशु मसीह प्रभु का आगमन के बारे में चेलों को समझाने के समय में ये विषय के बारे में कहता है, അവർക്ക് ഒരു വലിയൊരു ഓടിപ്പോക്കുണ്ട്. उन लोग और एक बार चित्र पित्र किया जाएगा। അവർ വീണ്ടും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കപ്പെടും. सारे दुनिया के छोर छोर तक वो लोग चित्र पित्र किया जाएगा। ഇന്ന് അവർ ഭയങ്കരമായിട്ട് വീടുകൾ പണിത് വലിയ വലിയ ഹോട്ടലുകൾ, ഒരു ചെറിയൊരു ടൗണിൽ പോലും 300-ലധികം 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അത്രയ്ക്ക് അവര് സമരന്മാരായിരിക്കുക. आज वो इसराइल की अवस्था बोलेगा तो वो लोग इतना धनिक अवस्था में आ गया है कि एक शहर में 300 से अधिक 5 स्टार होटल है बोलेगा तो आप देखिए बॉम्बे जैसा शहर में तक 5-6 होटल है तो उधर 300 से अधिक 5 स्टार होटल है। इसके मतलब वो लोग इतना धनिक बन गया। അത് കണ്ടിട്ട് ഇന്ന് ദൈവദാസന്മാരുടെ പ്രസംഗം കണ്ടോ? ദൈവത്തിന്റെ ജനത്തിന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം. वो देख करके आज भी कई प्रचारक लोग ऐसा प्रचार करता है, देखो प्रभु का लोगों को प्रभु देने वाला आशीष।
ആ രീതിയിൽ വഞ്ചിക്കപ്പെടുകയാണ്. प्रियो वो रीति में करते हुए लोगों को धोखा दे रहा है और धोखा खा रहा है. ഇന്ന് അവരെ ഭരിക്കുന്നത് ദൈവമല്ല, प्रियो आज इसराइल के ऊपर राज करने वाला परमेश्वर नहीं, അവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. वे लोग इनकारा हुआ लोग है. നിങ്ങൾ മരണവുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്ന കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ തള്ളിക്കളഞ്ഞു. क्योंकि वो लोग मृत्यु के साथ वाचा बांधा है, प्रभु ने उनको अभी इनकारा हुआ अवस्था है. നിങ്ങൾ ഇനിയും നിങ്ങളെ അവിടെ ഹോശപ്രവചനത്തിൽ 5-ാം അധ്യായം വായിക്കുകയാണ്, നിങ്ങൾ അനുദപിച്ച് തിരികെ വരാത്ത കാലത്തോളം ഞാൻ എന്റെ കടാക്ഷം നിങ്ങൾ കിട്ടുകയില്ല. जब होशिया 5:15 में हम देखते हैं कि जब तक तुम अनुताप करके पछताव करके मेरे और नहीं मोड़ोगे तब तक मैं तुम्हारे लिए कार्य नहीं करूंगा. അതുവരെ അവർ ഉപേക്ഷിക്കപ്പെട്ടു. उस समय तक वो त्यागा हुआ है. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് ഇസ്രായേൽ സഭ യഥാസ്ഥാനപ്പെടുന്നതുവരെ അല്ലെങ്കിൽ പുനരുദ്ധാനം പ്രാപിക്കുന്നതുവരെയും അവർക്ക് अंशമായി കാഠിന്യം സംഭവിച്ചിരിക്കും. प्रियो प्रेषित पौलुस भी इसका बारे में लिखने के समय में कहता है कि जब तक मंडली का पुनरुत्थान नहीं होगा तब तक इसराइल के लिए क्लेश उनके ऊपर लगा हुआ है. സഭയുടെ അവസാനത്തെ വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, आखिरी मंडली का व्यक्ति का भी जब उद्धार हो जाएगा, സഭയോട് ചേർക്കപ്പെടുമ്പോൾ, वो मंडली के साथ मिलाया जाएगा, സഭയുടെ പ്രവൃത്തി നിർത്തിയിട്ട് मंडली का कार्य खत्म करके ഇസ്രായേലിനോട് തിരിയും. और प्रभु इसराइल की ओर मुड़ेगा. അവരോട് തിരിയുമ്പോൾ ആദ്യം അവരെ പറിച്ചു കളയും. पहले उनके ओर मुड़ने के समय में प्रभु पहले क्या करता, उनको उगाड़ेगा തങ്ങൾ കെട്ടിപ്പണിതെല്ലാം നശിച്ചു കളയും. और जो भी उन्होंने बांधा था वो सब नष्ट हो जाएगा. ദൈവം അവരെ പണിയുകയാണ്. क्योंकि प्रभु उनको बना रहा है या तैयार कर रहा है. അവർ ക്രൂശ് നിഷേധിച്ചതുകൊണ്ട് ദൈവം അവർക്ക് കഠിന ശോധന വരാൻ പോവുകയാണ്. उन्होंने क्रूस को इनकारा, इसलिए उनके जीवन में बहुत भयंकर शोधना आएगा. അവരുടെ പട്ടണങ്ങളെല്ലാം വിട്ട് അന്ന് അവർ ഓടിപ്പോകുമ്പോൾ ഈ സ്വർണവും വെള്ളിയും ഒക്കെ മലം പോലെ അവർക്ക് തോന്നും. और जब जिन दिनों में वो लोग भागने लगेगा उस समय में वो आज जो मूल्यवान वस्तु जानने वाला सोना चांदी वो लोग एकदम गंदगी समझ करके सड़कों में फेंक देगा. നമുക്ക് എത്ര വഞ്ചിക്കപ്പെട്ട രീതിയിലാണ് ജനങ്ങൾ ഇപ്പോൾ അവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. इतना भयंकर रीति में इस दुनिया के लोग उनको देख करके धोखा खाया है. അപ്പോൾ നമുക്ക് അവരുടെ ആ ഓടിപ്പോക്ക് അവരെ ശുദ്ധീകരിക്കാൻ വഴക്കെല്ലാം വിട്ടിട്ട് കർത്താവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയുന്ന സ്ഥിതിയിൽ വരുന്നതാണ് അവർക്ക് വരുന്ന മാനസാന്തരം. प्रियो महाक्लेश के दिनों में वो लोग भाग जाना उनको शुद्धि करने के लिए उस समय में वो लोग प्रभु की ओर देख करके पुकारेगा, प्रभु तू ही हमारा सहारा है. उस समय में उनका मन फरावट हो जाएगा. അപ്പോൾ ആ ചിതറിപ്പോയ ജനത്തെ इस प्रकार तितर किया गया हुआ उन लोगों को, ശോധന ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു യഹൂദ വംശത്തെ കുറച്ചുപേരെ ശേഷിക്കുന്ന ജനത്തെ ദൈവം ഇസ്രായേലിൽ കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള ബന്ധത്തിലാണ് നമ്മൾ നേരത്തെ വായിച്ചത്, അന്ന് നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും. उन लोग जो परखा गया हुआ उन लोगों में महाक्लेश के दिनों में कुछ लोग जो रह जाता है वे लोगों को प्रभु वापस जब लौटाएगा उस समय में वो लोग बहुत आनंद के साथ आएगा करके हमने पहले भी पढ़ा. അതാണ് നമ്മൾ 11-ാം അധ്യായം യെശയ്യാവ് 11-ന്റെ वही बात यशायाह 11 अध्याय അതിന്റെ 10-ാം വാക്യം. उसका 10 वचन. उस समय ईशय की जड़ देश देश के लोगों के लिए एक झंडा होगी. सब राज्यों के लोग उसे ढूंढेंगे और उसका विश्राम स्थान तेजों में होगा. അപ്പോൾ അവരെ മസിഹയെ അന്വേഷിച്ച് വരികയാണ്. वे लोग मसीहा को ढूंढ कर आ रहे हैं. അപ്പോൾ എന്നിട്ട് അടുത്ത വാക്യം उसके आगे, उस समय प्रभु अपने हाथ दूसरी बार बढ़ाकर बचे हुओं को जो उसकी प्रजा के गए हैं अशूर से, मिस्र से, पद्रों से, कूश से, एलाम से, शिनार से, हतम से और समुद्र के द्वीपों से मोल लेकर छुड़ाएगा. അതിന് 12-ാം വാക്യം. वह जाते जाते के लिए झंडा खड़ा करके इस्राएल के सब निकाले हुए को और यहूदा के सब बिखरे हुए को पृथ्वी की चारों दिशाओं से इकट्ठा करेगा. അവരെ കൂട്ടിച്ചേർക്കും. ആ കൂട്ടിച്ചേർക്കാനായിട്ട് അവർ അന്യദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ സന്തോഷത്തോടെ പുറപ്പെടും. देखिए अभी परमेश्वर उनको एकत्रित करेगा. वो लोग जब अन्य अन्य देशों में से अपने देश में जब आएगा वो लोग बहुत आनंद के साथ वहां से निकलेगा. അവിടെ 2-ാം പ്രാവശ്യം ഒന്ന് വായിച്ചോ. आपने देखा दोबारा प्रभु हाथ बढ़ाएगा करके आपने पढ़ा ना. 2-ാം പ്രാവശ്യം വായിച്ചോ. पढ़ा. അപ്പൊ ഈ 2-ാം പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഏതാണ്? दूसरी बार हाथ बढ़ाएगा, इसका मतलब पहला बार कौन सा है? ഇതുപോലെ അന്യ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ ചിതറിപ്പോയവരാണ് 1948 കർത്താവ് കൂട്ടിച്ചേർന്ന 1-ാം പ്രാവശ്യം. प्रियो इस प्रकार पहले तितर बितर किया गया हुआ उन लोगों को परमेश्वर ने 1948 में 14 तारीख को इकट्ठा किया, वो है पहली बार. ആണ്. അപ്പോൾ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരുന്നു. उस समय में वो लोग करीब 130 लोगों में तितर बितर किया गया था. ഇപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. अभी वो लोग अभी भी आ रहे हैं. ഇനിയും കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കാര്യം ഓടിപ്പോക്കുണ്ടാകണം. अभी जैसा मत्ती के सुसमाचार में कहा है
वैसा वो लोग और एक बार तितर बितर किया जाएगा, ऐसा एक अवस्था आएगा। അങ്ങനെ ചിതറിപ്പോയവരെ उस प्रकार वापस जब तितर बितर हुआ उन लोगों को കൂട്ടിച്ചേർക്കുന്നതാണ് രണ്ടാം പ്രാവശ്യം. वो लोगों को वापस एकत्रित करने वाला बात है। यहाँ पर जो दूसरा बार प्रभु हाथ बढ़ाएगा करके जो बताया, ആ സാഹചര്യം മനസ്സിലാക്കി വേണം നമ്മൾ യശയ്യാ പുസ്തകം അതിന്റെ 55:12 വായിക്കേണ്ടത്. वो बात को समझ करके हम लोग यशायाह 55 का 12 वचन पढ़ना चाहिए। പടോ 55 का 12 अरे 55:12. क्योंकि तुम आनंद के साथ निकलोगे ആ ആണോ? तुम आनंद के साथ निकलोगे। അപ്പൊ നമ്മൾ പെട്ടെന്ന് അത് വായിക്കുമ്പോൾ എവിടെ അവർ സന്തോഷം പുറകെ അവർ ആ ദേശത്തുള്ളവരല്ലേ, ഇനി എവിടുന്ന പുറപ്പെടുന്നത്? अभी हम सोचेगा कि वो लोग उस देश के लोग है ना, फिर वो कहाँ से निकलेगा करके हम सोचेगा। അപ്പോൾ അവർ പുറപ്പെട്ടു വരുമ്പോൾ और वो लोग जब निकल आएगा, നമുക്ക് ദേശം ഈ ലോകം മുഴുവനും ഒരു ശാപാവസ്ഥയിലാണ്. प्रियो हमें ये बात को जानना है, सारा दुनिया एक श्राप की अवस्था में पड़ा है। നമ്മൾ റോമലേഖനം 8 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. अब ये बात हम रोमियो का पत्र 8 अध्याय में भी देखते हैं, അതായത് ഭൂമി ആദാം നിമിത്തം ശപിക്കപ്പെട്ടു. क्योंकि मृत्यु आदम के कारण श्रापित हो गया। കർത്താവ് പറഞ്ഞു ഇനിയും അതിന്റെ വിള നിനക്ക് തിരികെയില്ല. और प्रभु ने उनको ये बताया था कि मृत्यु उसका उपज जो तुम्हें नहीं देगा। നോക്കുക, ഇന്ന് നമ്മൾ കൃഷി ചെയ്താൽ മണ്ണിന്റെ എന്തെങ്കിലും വിളവുണ്ട്, എന്തെല്ലാം രാസവസ്തുക്കളാണ് നമ്മൾ ഇത് വളരാൻ വേണ്ടി കൊടുക്കുന്നത്. आज हम देखिए, हम लोग जो भी बोते हैं उसका सही प्रकार का फल न आने कारण कितने प्रकार का केमिकल्स हम इस्तेमाल करते हैं। അപ്പോൾ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇന്നത്തെ പഴം കഴിച്ചാലും ഇന്നത്തെ കൃഷിയിലുള്ള വസ്തുക്കൾ കഴിച്ചാലും ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. अभी साइंटिस्ट लोग कहता है कि आजकल का कोई भी भोजन खाए या फ्रूट खाए तो भी वो खाने के द्वारा कैंसर होने का खतरा रहता है, കാരണം മണ്ണ് അതിന്റെ ഫലം കൊടുക്കുന്നില്ല. क्योंकि मिट्टी उसका उपज नहीं देता। തന്നെ മനുഷ്യന്റെ കൃത്രിമമായ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ചെടികളൊക്കെ വളരുന്നത്. मनुष्य अपने मतलब दूसरी मार्ग या केमिकल विधि में उनको मतलब खाद डाल करके अभी फल लाता है। അതുകൊണ്ട് ഈ ഭൂമി इसलिए ये मृत्यु की अवस्था क्या हो गया, ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഫലദായകമായ നിലയിൽ ഒരു നല്ല ഫലം കൊടുക്കുന്ന ഒരു ഭൂമിയായി തീരാൻ അവർ ഈ ഭൂമി ആഗ്രഹിക്കുക. ये मृत्यु तक एक बड़ा मांग करता है, चाहत करता है कि एक फलदायक अवस्था में बन जाओ, അവർക്കറിയാം क्योंकि मृत्यु को भी मालूम। എങ്ങനെ അത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടുണ്ടാകുമ്പോൾ ഞങ്ങൾക്കൊരു വിടുതലുണ്ടാകും എന്ന് റോമലേഖനം 8 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. अभी आपको मालूम है रोमियो का पत्र 8 अध्याय का 19 से 23 जब पढ़ता है तो जब परमेश्वर का पुत्र जब प्रकट होगा तो मृत्यु का भी एक छुटकारा है करके मृत्यु को भी मालूम। ഈ അനുഗ്രഹിക്കപ്പെട്ട ശാന്തിയുടെ രാജാവ് വരുമ്പോൾ इस आशीषदायक के शांति के राजकुमार जब आएगा, ജനത്തിൽ മാത്രമല്ല सिर्फ लोगों को ऊपर नहीं, താൻ ഭരിക്കാൻ പോകുന്ന ഭൂമി സർവ്വഭൂമി യഹോവയുടെയാണ്. ഭൂമിക്ക് മുഴുവൻ മാറ്റം സംഭവിക്കും. सारा मृत्यु प्रभु का है और सारा मृत्यु में भी बदलाव आएगा। നോക്കുക, कितना अनोखी बात है देखिए। ഇന്ന് മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന ഈ ഭൂമി आज हम कांटे उगने वाला ये धरती അന്ന് എന്തായിരിക്കും? और उस समय में क्या होगा? അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇതിനെ കൃഷിയോട് നമ്മളെ റോമലേഖനം എബ്രായ ലേഖനം അതിന്റെ 6 അധ്യായത്തിൽ പറയുന്നുണ്ട്. आज जब हम खेती के संबंध में देखता है तो इब्रानियों का पत्री 6वां अध्याय में हम लोग देखता है പലപ്പോഴും പെയ്ത മഴ, उसका അതിന്റെ 6 അധ്യായം അതിന്റെ 7 വാക്യം, उसका 7 वचन, 6 अध्याय का 7 वचन। क्योंकि जो भूमि वर्षा के पानी को जो उस पर बार बार पड़ता है पी पी कर जिन लोगों के लिए वह ज्योति बोती जाती है उनके काम का साग पात उपजती है, वह परमेश्वर से आशीष पाती है। അപ്പൊ അവിടെ മുള്ളും പറക്കാരെയാണ് മുളയ്ക്കുന്നതെങ്കിൽ अगर वहां पर काटे और 8 വാക്യം, उसका 8 वचन, पर यदि वह झाड़ी और उटकटारे उगाती है तो निकम्मी ऊट कटारे उगाती है तो निकम्मी और शापित होने पर है, निकम्मे और श्रापित होने पर है, और उनका अंत जलना जाना उसका है। अंदर जलाया जाना है। കാരണം ഈ കർത്താവ് പറഞ്ഞിട്ട് എന്നിൽ വസിപ്പി, प्रभु ने कहा ना मुझ में बने रहो, എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും. मुझ में बना रहेगा तो तुम फल लाएगा, എന്നിൽ വസിക്കാത്തവനെ എല്ലാം പുറത്ത് കളഞ്ഞത് തീയിലിടും. और जो मुझ में बना नहीं रहता वो काट कर बाहर डाला जाएगा, सूख जाएगा, उसको आग में डाला जाएगा। അപ്പോൾ ഈ ഭൂമിയെ അല്ലെങ്കിൽ ഈ മഴ പെയ്തിട്ട് കൃപ ദൈവം ധാരാളം കൊടുക്കുകയാണ്. നല്ല സ്വഭാവം, യേശുവിനെ പോലുള്ള സ്വഭാവം ഉത്പാദിപ്പിക്കാൻ, ആത്മാവിന്റെ ഫലം പുറപ്പിക്കാൻ. प्रभु बारिश बरसाने का अर्थ क्या है? प्रभु अनुग्रह बहुतायत से देता है प्रभु का स्वभाव में बढ़ने के लिए, लेकिन अभी भी वो प्रभु का स्वभाव में नहीं बढ़ता। അപ്പൊ നമ്മള് ഇനിയും ഇസ്രായേൽ മക്കളെ അക്ഷരീയമായിട്ട് ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവം മാറുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദേശത്തിന്റെയും അവസ്ഥ മാറും. अभी यहाँ पर हमने क्या देखा? इसराइल लोगों का स्वभाव बदलने के कारण
देश का भी स्वभाव अवस्था को बदलाव आएगा। അപ്പോൾ ഈ അന്യദേശത്ത് നിന്നും സ്വഭാവം രൂപീകരിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട ജനം, അല്ലെങ്കിൽ ദൈവം അവരെ പല ഘട്ടങ്ങളിലൂടെ വിട്ട് അവർ ശുദ്ധീകരിച്ച് തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് അവർ ദേശത്തിലേക്ക് വരുമ്പോൾ ദേശത്തിന് വരുന്ന മാറ്റമാണ് നമ്മളവിടെ വായിച്ചത്. അതിന്റെ 12-ാം അധ്യായം, 55-12. അപ്പം നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടുവെന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ അല്പം ചിന്തിച്ചത്. അടുത്ത വാക്യം വായിക്കാം. जब एशिया 55 का 12-13 वचन में हमने क्या पढ़ा कि जो लोग इतर पितर किया गया था वो लोग परखा जाकर के शुद्ध होकर के वो लोग वापस उनको एकदम प्रभु की योग्य रीति में जब वापस आएगा उस समय के बारे में हम यहाँ पर जो पढ़ता है 12-13। क्योंकि तुम आनंद के साथ निकलोगे और शांति के साथ पहुंचाए जाओगे। तुम्हारे आगे आगे पहाड़ और पहाड़ियां गला खोलकर जय जयकार करेगी और मैदान के सब वृक्ष आनंद के मारे ताली बजाएंगे। तब भटकोरियों के बदले सिनोर पर उगेगी और बिच्छू पेड़ों के बदले मेहंदी उगेगी और इससे यहोवा का नाम होगा जो सदा का चिन्ह होगा और कभी न मिटेगा। നോക്കുക, ജനത്തിന് മാത്രമല്ല, ജനം എല്ലാവരും നീതിമാന്മാരാവും. देखिए सिर्फ लोगों के ऊपर ही नहीं, लोग सब धर्मी बनेगा। അപ്പം ദേശം എങ്ങനെയുള്ളതാണ്? और उस समय में देश का अवस्था क्या रहेगा, कैसा रहेगा? അവിടെ മുള്ളില്ല, वहां पर कोई कांटे नहीं, പറക്കാരയില്ല, किसी प्रकार का मतलब उठकटारे नहीं, മലകളും പർവ്വതങ്ങളും നിങ്ങളെ കൈകൊട്ടി സ്വീകരിക്കുമെന്ന്. और पहाड़ और पेड़ भी ताली बजा करके आपको स्वागत करेगा। ഇതെല്ലാം നമ്മുടെ മഹാരാജാവ് യേശുവിന്റെ ക്വാളിറ്റി കൊണ്ടുണ്ടാകുന്ന അവന്റെ ഭരണ കഴിവ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. प्रियो, ये सारे बात क्यों ऐसे हो रहा है? हमारा महाराजा प्रभु यीशु मसीह के सामर्थ्य के कारण ये सारे कार्य हो रहा है। അങ്ങനെ നിങ്ങൾ എനിക്ക് കീർത്തി, ലോകമെങ്ങും ഒരു കീർത്തി കേൾക്കുന്ന എന്റെ മഹത്വമിടും നിങ്ങളെ കൊണ്ട്. इस रीति में तुम्हारे द्वारा मेरा नाम महिमा पाएगा, मतलब इधर उधर सब सुनाया जाएगा करके प्रभु का वचन कहता है। അപ്പോൾ ജനത്തിന് മാത്രമല്ല, ये सिर्फ लोगों के लिए नहीं, ദേശം തന്നെ മാറ്റപ്പെടും, देश भी बदल जाएगा, ദൈവത്തിന് മഹത്വമായി തീരും, परमेश्वर की महिमा का कारण बनेगा, ഒരു ശാപവും ഇല്ല. वहां पर कोई श्राप नहीं। അപ്പോൾ നമുക്ക് അവർക്ക് ഈ അനുഗ്രഹം കൊടുക്കുന്നതിന് മുൻപേ നമ്മൾക്കാണ് ഈ അനുഗ്രഹം എല്ലാം ദൈവം ആദ്യം തരുന്നത്. मतलब इसराइल को ये सारे आशीष देने से पहले प्रभु अपनी मंडली को ये सारे आशीष देता है पहले। നമ്മള് ഇനിയും അന്നുള്ള മൃഗങ്ങളുടെ അവസ്ഥ നോക്കാം. अभी आप मनुष्य का अवस्था देखा, अभी हम जानवरों की अवस्था देखे। നമ്മള് കാരണം ഇന്നത്തെ മൃഗങ്ങളുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. आज का जानवरों का स्वभाव आप जानते हैं ना। കാരണം ശപിക്കപ്പെട്ട രാജ്യമാണ്. കാരണം അനീതി ഉള്ളവരാണ് രാജ്യം ഭരിക്കുന്നത്. നീതിയുടെ രാജാവ് ഇതുവരെ വന്നിട്ടില്ല. अभी हमको मालूम है कि श्रापित दुनिया में श्रापित लोगों के द्वारा राज किया जा रहा है, अभी तक परमेश्वर का राज्य नहीं आया। അപ്പോൾ കർത്താവായ യേശുക്രിസ്തു രാജ്യം ഭരിക്കുമ്പോൾ, परंतु जब प्रभु यीशु मसीह राज करेगा, താൻ ഭരിക്കുന്ന ജനത്തിന്റെ ക്വാളിറ്റിയാണ് ഇത്രത്തോളം നമ്മൾ ചിന്തിച്ചത്. अभी तक हमने ये बात को देखा है कि प्रभु जिन लोगों के ऊपर राज करेगा उन लोगों के बारे में देखा, നമ്മൾ പാഴാൻ പോകുന്ന ദേശത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. और हम जो राज करने जा रहे हैं वो देश के बारे में हमने देखा। അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ജനം, और आशीष पाया हुआ लोग, അനുഗ്രഹിക്കപ്പെട്ട ദേശം, और आशीष पाया हुआ देश, ഇവരുടെയൊക്കെ മുകളിൽ നമ്മൾ രാജാവാകണമെങ്കിൽ इन सारे बातों के ऊपर अगर हमें राजा बनना है तो हमारा क्वालिफिकेशन क्या होना चाहिए? ഈ സഭാജീവിതം ഒരു മിനിറ്റ് പോലും നമ്മൾ പാഴാക്കരുത്. प्रियो, मंडली जीवन में एक सेकंड भी कभी भी व्यर्थ नहीं जाने देना। അവിടെ ഇനി മൃഗങ്ങളെ കുറിച്ച് നോക്കുകയാണ്. अभी हम आगे उस समय में जानवरों की अवस्था देखते हैं। പരസ്പര വിരുദ്ധമായ മൃഗങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. अभी जो कभी भी मेल नहीं हो सकता, ऐसा दुश्मनी देखने वाला या एक दूसरे को बाढ़ खाने वाला ऐसा जानवर अभी एकत्रित रहने जा रहा है। അവിടെ നമ്മൾ നേരത്തെ വായിച്ചു, ജനത്തിന്റെ ഇടയിൽ ഒരു സാഹസം ചെയ്യുന്ന ഉണ്ടാകത്തില്ല. अभी हमने पहले भी देखा था, लोगों के बीच में कोई गुंडा लोग नहीं रहेगा, बदमाश नहीं रहेगा, बेकरार नहीं रहेगा। उसी प्रकार കാരണം രാജാവ് ശാന്തനാണ്. क्योंकि राजा ही एकदम मन शांत का राजा है, അതുകൊണ്ട് താൻ വാഴാൻ പോകുന്ന മൃഗങ്ങളിൽ പോലും മാറ്റം വരും. इसलिए लोग भी ऐसा है तो अभी जानवरों में तक बहुत फर्क आएंगे। അപ്പൊ നമുക്ക് 16:6 വായിക്കാം. हम एशिया 16 अध्याय का 6 वचन पढ़ेंगे। एशिया उसका 16 अध्याय का 6 वचन। हमने मोआब के गर्व के विषय में सुना है कि वह अत्यंत अभिमानी था। 11:6 വാക്യം. अच्छा, अभी 11 का 6 एशिया 11। तब भेड़िया भेड़ के बच्चे के संग रहा करेगा और चीता बकरी के बच्चे के संग ഇവിടെ നോക്കുക, करेगा। കർത്താവ് പറഞ്ഞിട്ടുണ്ട് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ, ഈ അന്ത്യകാലത്ത് പ്രവാചകന്മാരെ ഈ ചെന്നായ്ക്കളാണ് അകത്ത്,
കുഞ്ഞാടിന്റെ തോല് ധരിച്ചു വെച്ചു. हाँ, प्रभु यीशु मसीह पहाड़ी उपदेश में भी ये कहा था कि हमारा भेड़ों के बीच में भेड़ी भेड़ के रूप में आएगा. എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ നല്ല കുഞ്ഞാട് പോലാണ്, मतलब बात करने में वो लोग एकदम मेमने जैसा है, എന്നാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെന്നായാണ് അകത്ത് അടിച്ചു തീർന്ന് अंदर अंदर जो है फाड़ डालने वाला भेड़ी है. മനസ്സിലായില്ലേ? കാരണം മനുഷ്യന്റെ സ്വഭാവം അതാണ്. मनुष्य का स्वभाव ऐसे रहेगा, बाहर से मीठा मीठा शब्द बोलेगा और तो अंदर क्या है, मैं तुझे फाड़ डालूंगा. ആ എന്നാൽ നമ്മള് മത്തായിയുടെ സുവിശേഷം 7 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. हाँ, मत्ती 7 अध्याय 15 वचन में देखता है, അങ്ങനെയുള്ളവർ വന്ന് നിങ്ങളെ വഞ്ചിക്കരുത്. ऐसे लोग आकर के तुम्हें धोखा ना दे. കാരണം അന്ത്യകാലത്ത് പ്രവാചകന്മാർ ജനങ്ങളെ കാർന്ന് തിന്ന് തങ്ങളുടെ പൈസ മുഴുവൻ അടിച്ചോണ്ട് പോകും. प्रियो, अंत समय में झूठे लोग आकर के लोगों को लूट करके उनका पूरा धन लूट करके ले जाएंगे. അവരുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകരുത്. इसलिए उन लोगों की धोखे में ना पड़ना. അവർ വരം വരം എന്ന് പറഞ്ഞാണ് വരുന്നത്. वो लोग वर वर बोल करके आता है, കാരണം ഒരുപാട് വരമുണ്ട്. बहुत से वरदान है बोल करके आता है, പക്ഷെ വരത്താലല്ല, परंतु वर से बढ़ करके वर में नहीं प्रभु प्रसन्न होता. പിന്നെ എങ്ങനെയാണ് प्रभु किस में प्रसन्न होता? അവിടെ നമുക്ക് വായിക്കാം അതിന്റെ 7 അധ്യായത്തിന്റെ മത്തായി 7 7 अध्याय 15 से आप आगे पढ़िएगा. झूठे भविष्य वक्ताओं से सावधान रहो, जो भेड़ों के भेष में तुम्हारे पास आते हैं, परंतु अंतर में वे फाड़ने वाले भेड़िए हैं. उनके फलों से तुम उन्हें पहचान लोगे. क्या लोग झाड़ियों से अंगूर या उटकटारों से ഓക്കെ 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 അപ്പൊ നമ്മളൊരു ഞാനൊരു പ്രവാചകനാണ്, ഒരുപാട് ഫലസിദ്ധി എനിക്കുണ്ട്, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും എന്ന് പ്രവാചകൻ വന്ന് നമ്മുടെ വീട്ടിൽ വന്നാൽ, अगर एक भविष्यवक्ता आकर के मैं एक भविष्यवक्ता है, मेरे को बहुत सिद्धियां हैं, खुद सिद्धि है, चंगाई की सिद्धि है, ऐसे बहुत से बात है बोल करके हमारे घर में आए, പൈസയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ उनका लक्ष्य धन है तो അത് ചെന്നായി തന്നെ. वो बिल्कुल बेड़ी है. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, प्रभु ने कहा, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കും. प्रभु ने कहा तुम्हें मुफ्त में मिला इसलिए तुम मुफ्त में दो. സുവിശേഷം പറഞ്ഞ് പൈസ മേടിക്കും, രക്ഷ സൗജന്യമായി തന്നതാണ്, क्योंकि प्रियो उद्धार प्रभु ने मुफ्त में दिया है, അത് സൗജന്യമായി കൊടുക്കണം. वो मुफ्त में देना है. ഇനി രോഗസൗഖ്യം സൗജന്യമായിരിക്കണം. अगर हमें चंगाई मिला है तो प्रभु ने दिया वो वरदान है, मुफ्त में मिला है, वो मुफ्त में देना है. എന്നാൽ ഇതല്ല, परंतु ऐसा नहीं, ഞാനൊരു പ്രവാചകനാണ്, मैं एक भविष्यवक्ता है, 3 ദിവസം ഉപവാസം എടുക്കണം, मैं और वो कहता है कि तुम 3 दिन उपवास करना, അവിടെ കൂടോത്രം ഇതിന് ചെയ്തിട്ടുണ്ട്, और उन लोगों ने जादू टोना किया हुआ है. അങ്ങനെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞു പോകുമ്പോൾ इस प्रकार फास्टिंग पर कदम होकर के जाने के समय में ഭീമമായ തുക അപ്പോഴും കൊടുക്കണം. പിന്നെ ജീവിതകാലം മുഴുവൻ ഇതേക്ക് വന്നുകൊണ്ടിരിക്കും. एक बड़ा कवर देना और जिंदगी भर वो आते रहेगा लेने के लिए. നമ്മുടെ ജീവിതത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. हमारे जीवन के बारे में उसको विचार नहीं, നമുക്ക് അനീതി മാത്രമാണ് അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം. क्योंकि उनके अंदर क्या है, फाड़ने वाला भेड़िया है, वो बुराई सोचता है. നമ്മുടെ അടുക്കൽ വരുന്നത് എങ്ങനെയാണ്? परंतु हमारे पास आता कैसा, കുഞ്ഞാടായി. बहुत नम्र होकर के, बहुत अच्छा हंस करके फंसाने के लिए आता है. എന്നാൽ കർത്താവിന്റെ സമയത്ത് परंतु प्रभु के समय में ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകത്തില്ല. ऐसा समय नहीं रहेगा. കാരണം സാക്ഷാൽ കുഞ്ഞാടും സാക്ഷാൽ ചെന്നായി ഒരുമിച്ച്, കാരണം വിരുദ്ധ സ്വഭാവം ഇല്ല, എല്ലാത്തിനും ഒരേ ഒരു സ്വഭാവമാണ്. प्रियो, वहां पर हम देखते हैं कि जो भेड़ी हो भेड़ हो, वहां पर भिन्न भिन्न स्वभाव नहीं, सबका एक स्वभाव रहेगा उस समय. അവിടെ എല്ലാം വിഭിന്ന സ്വഭാവങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന ശാന്തിയുടെ ഒരു രാജ്യമാണ്. भिन्न भिन्न स्वभाव का जानवर भी मेल खा करके शांति से रहने वाला एक अनुभव है. നോക്കുക, സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? मंडली क्या है? 1000 ആണ്ട് വാഴ്ചയുടെ ഒരു നിഴലാണ്, ഒരു ചെറിയ ഒരു രാജ്യമാണ് സഭ. प्रियो, उस 1000 साल का राज्य का एक छाया है मंडली जीवन. ഇവിടെ നമ്മൾ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, यहाँ पर हमने जब प्रभु को देखा, പരിശുദ്ധാത്മാവിന് നേരിട്ടുള്ള ഫലമുള്ളപ്പോൾ, पवित्र आत्मा का जो हमारे अंदर जो फल है, എത്ര ശാന്തിയുടെയും, കാരണം നീതിയുടെ പ്രവൃത്തി ശാന്തിയും സമാധാനവുമാണ്. प्रियो, हमको बारे में धर्म का कार्य क्या है, वो शांति है और आनंद है. നമുക്ക് ഈ മൃഗങ്ങളുടെ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരാം. अभी हम ये जानवर के स्वभाव में वापस आएंगे. നമുക്ക് 11 അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ, अभी जैसे हमने यशायाह 11 अध्याय का 6-7 वचन में जो पढ़ा था, അവിടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമ്മളുണ്ട് ചെന്നായ കുഞ്ഞാട് വിരുദ്ധ സ്വഭാവം. अभी देखिए वहां पर लोमड़ी और मेमना, ये भिन्न भिन्न स्वभाव का है. അടുത്ത വാക്യം, उसके आगे पढ़िएगा. गाय और चिरैनी मिलकर चरेगी और उनके बच्चे इकट्ठे बैठकर और सिंह बैल के समान. ആ പുള്ളിപ്പുലിക്ക് വിരുദ്ധമായിട്ട് ഉള്ളത് അതിന്റെ കോലാടിന്റെ കുട്ടിയാണ്. चित्ते के खिलाफ में क्या है,
वो बकरी का बच्चा है. നമ്മളത് വായിക്കാൻ പോകുമ്പോ ഇതിനകത്ത് പോലെ അല്ലാത്തത് കൊണ്ട് ഇച്ചിരി വ്യത്യാസം. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, നമ്മൾ സമയം ആകാറായി. मतलब इसमें मलयालम में और हिंदी में थोड़ा फर्क है, इसलिए मैं ऐसे बताते जाएंगे. അപ്പൊ ബാലസിംഹത്തിന് പകരം പശുക്കിടാവാണ്. अभी जब हमारा जवान सिंह है उसके साथ में कौन है? बछड़ा है. എന്നാൽ അന്നത്തെ സമയത്ത് ഒരു അവിടെ നമ്മൾ വേണമെങ്കിൽ അത് ഹിന്ദിയിൽ അത് ഉണ്ടെന്ന് അറിയത്തില്ല, പശുക്കിടാവ് എന്തായിരിക്കും? തടിച്ച മൃഗമായിരിക്കുന്നുണ്ട്. अभी जब इस प्रकार का बछड़ा जो है ये तगड़ा जानवर रहेगा. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ശിശു എന്ന് പറഞ്ഞ ജനത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ? मतलब लोगों का अवस्था क्या है मालूम है? 100 വയസ്സുള്ളവന് ഒരു ബാലനായിരിക്കും. मतलब उस समय में 1000 साल का राज में 100 साल का एक व्यक्ति को हम एकदम बालक समझेगा. इतना मतलब 100 साल उस समय में एक बालक का स्वभाव है. അപ്പൊ ഒരു ശിശു എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുണ്ട്? इसका मतलब एक बच्चा बोलेगा तो उसका उम्र कितना? 100 साल. ഇത് മൃഗങ്ങൾക്കും വരും. ये बात जानवरों में भी आएगा. പശുവിന്റെ കിടാവ് എന്ന് പറഞ്ഞാൽ അത് തടിച്ചതാണ്. मतलब एक गाय का बच्चा बोलेगा तो वो एक तगड़ा एक मतलब जानवर है. അവിടെ ബാലസിംഹം എന്ന് പറഞ്ഞിട്ട് പശുക്കിടാവാണ്, എന്നിട്ട് അത് കൊടുത്തിട്ട് തടിച്ച മൃഗമായിരിക്കും. കാരണം ഈ 100 വയസ്സുള്ള അവനാണ്. जवान सिंह के साथ वहां पर क्या जोड़ा? जवान सिंह सिंह बैल के समान भूसा खाया करेगा, दूध पीता बच्चा. जवान सिंह नहीं है उसमें. ബാലസിംഹം. जवान सिंह और पाला पोसा हुआ बैल. पाला पोसा हुआ बैल. पाला पोसा हुआ बैल और जवान सिंह. എന്നിട്ട് അത് പറയാൻ തടിച്ച മൃഗം എന്ന് പറയും. मतलब उसको पाला पोसा हुआ वो जो जानवर जो है उसको बोलता है तगड़ा जानवर. ആ രാജ്യത്തിന്റെ ആ മഹത്വമാണ് ഇവിടെ പറയുന്നത്. बोलने का अर्थ वो राज्य में मतलब छोटा समझा जाने वाला भी आज हम देखेगा तो और एकदम तगड़ा, तगड़ा को भी छोटा बोलता है. അത്ര അനുഗ്രഹമാണ്. आशीष है, आशीष का वर्णन है वो. അവരെയൊക്കെയാണ് നമ്മൾ വാഴാൻ പോകുന്നത്. प्रियो ऐसे अवस्था का लोगों को और जानवरों के ऊपर हम राज करने जा रहे हैं. നോക്ക് അവിടെ അടുത്ത വാക്യം വായിക്കുന്നത് उसके आगे जब हम बढ़ता है കരടി പശു. उसका കരടി അതിന്റെ 7ാം വാക്യം. उसका 7 वजन. गाय और चिरोनी मिलकर चरेगी और उनके बच्चे इकट्ठे बैठेंगे. गाय और चिरोनी मिलकर के वो लोग घास खा करके चलते रहेगा, चराया करेगा. പശുവും കരടിയായിരിക്കും. और गाय और चरनी. അതേ വാക്യത്തിലുണ്ട് കാളയും സിംഹവുമായിരിക്കും. और बछड़ा और सिंह. മുകളിൽ കുട്ടികൾ തമ്മില്, और ऊपर वो बच्चे उसके साथ. ഇവിടെ നോക്കുക, ഇവിടെ नीचे आप देखिए കാള സിംഹം और बैल और सिंह. ഇനിയും ഇനി എന്ത് ചെയ്യും? മുല കുടിക്കുന്ന ശിശു ഇതിന്റെ ഒരു സർപ്പത്തിന്റെ ഉള്ളിൽ കൈയിടും. मतलब एक दूध पीने वाला बच्चा सर्प की उस गुफा में हाथ डालेगा. അപ്പം ശിശുക്ക് എത്ര വയസ്സുണ്ട്? അപ്പൊ എത്ര നാള് പാല് കുടിക്കും? बोलने का अर्थ वो बच्चा का अभी कितना साल है? 100 साल है. कितना साल दूध पिएगा? 100 साल दूध पीने वाला बच्चा. നമ്മളെ ഇസാക്ക് എത്ര നാള് പാല് കുടിച്ചു? इसराइल ने कितना साल दूध पिया? അവര് ശേഷം പിള്ളേരില്ലല്ലോ. उसके बाद में बच्चा नहीं था. അന്ന് മുലകുടി മാറിയപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ മുലകുടി മാറിയ എന്ന് പറഞ്ഞാൽ 6-7 വയസ്സാണ്. मतलब उस समय में उनका दूध पीने का समय समाप्त हो गया. बोलने का मतलब कम से कम 6, 7, 8, 10, 12 साल भी हो सकता है. അപ്പോൾ മുല കുടിക്കുന്ന ശിശുക്കൾ എന്ത് ചെയ്യുന്നു? പാമ്പിന്റെ കൈ പൂത്തിൽ പാമ്പിന്റെ സർപ്പത്തോടു കൂടിയായിരിക്കും. दूध पीने वाले बच्चे लोग सर्प के साथ खेलेगा. ഇതിന്റെ മുലകുടി മാറുതോ? और जो दूध पीने का पार किया उसका 9 वजन. दूध पीता बच्चा करेत के बिल पर खेलेगा और दूध छुड़ाया हुआ लड़का नाक के बिल में हाथ डालेगा. നോക്കുക, ദൈവത്തിന്റെ ആ രാജ്യഭരണത്തിന്റെ ഇത് നമ്മൾ ശരിക്കും ആത്മാവിൽ അറിഞ്ഞാൽ പ്രിയമുള്ളവരെ, प्रियो प्रभु का वो 1000 साल का राज का सुंदरता यदि हम प्रभु की आत्मा में अगर हम प्रकाश करके मिलेगा तो हमारा आनंद कितना आनंद होगा. तो उस समय की अवस्था क्या है? എന്നിട്ട് ആ 9ാം വാക്യത്തിൽ പറയാണ് ഭൂമി മുഴുവനും കടലിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ. और उस 9 वचन में हम आखिर में देखते हैं कि जैसा मतलब समुद्र में पानी भरा है वैसा सारा धरती प्रभु का उस आनंद से शांति से भर जाए. അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ പഴയ ജീവനിൽ ഗമണ്ട് ചെയ്യരുത്. इसलिए प्रियो अभी का इस छोटा सा जीवन में हम कभी घमंडी ना बने. കാരണം രാജാവിന്റെ സ്വഭാവം എങ്ങനെയാണ്? क्योंकि राजा का स्वभाव कैसा है? ശാന്തനാണ്. वो नम्र और दीन है. ഇപ്പോഴത്തെ നമ്മുടെ മാതാപിതാക്കൾ കിട്ടിയ ജീവൻ ഭയങ്കര ഇതാണ്, പ്രൗഢാണ്. കാരണം അഹങ്കാരമാണത്. प्रियो हमें माँ बाप से मिला हुआ स्वभाव जो है वो बहुत घमंडी स्वभाव है. നമ്മള് യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യം വായിക്കുമ്പോൾ जब याकूब का पत्री 4 अध्याय का 13-14 वचन जब हम पढ़ता है
അവിടെ നിങ്ങൾ വമ്പ് പറയരുത്, ബോസ്റ്റ് ചെയ്യരുത്. കാരണം പഴയ ജീവനിലാണെങ്കിൽ എപ്പോഴും നമ്മൾ ചെറിയൊരു കാര്യത്തിന് പോലും നമ്മളെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കും. पढ़िए। तुम जो ये कहते हो आज या कल हम किसी और नगर में जाकर वहाँ 1 वर्ष बिताएंगे और व्यापार करेंगे, लाभ कमाएंगे और यह नहीं जानते कि कल क्या होगा। सुन तो लो, तुम्हारा जीवन है ही क्या? तुम तो बाप के समान हो जो थोड़ी देर दिखाई देती है फिर लोप हो जाती है। അവിടെ അതിന്റെ 16 വാക്യം, നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. बहुत पढ़ाई करके आप प्रशंसा करते हो। അപ്പൊ ഏത് ജീവനാണ് ഈ വമ്പ് പറയുന്നത്? इस पढ़ाई करने वाला जीवन कौन सा जीवन है? അല്പകാലത്തേക്കുള്ളൂ. ये थोड़ी समय का है। അതിനെയാണ് നമ്മൾ ഈ വമ്പ് പറയുന്നത്. हम लोग उसको लेकर के पढ़ाई करते हैं। ഇറ്റേണൽ ലൈഫിൽ ലഭിച്ച ആ നിത്യജീവനിൽ വമ്പില്ല. आनंद जीवन में कभी भी बढ़ाई नहीं मारेगा। അത് വളരെ ശാന്തമാണ്, बहुत शानदार है। അത് കീഴ്പ്പെടുന്നതാണ്. वो एक अधीन होता है। നമ്മൾ റോമലേഖനം 8-ാം അധ്യായം വായിക്കുന്നുണ്ട്, ജഡം ഒരിക്കലും ദൈവത്തിന് കീഴ്പ്പെടുത്തില്ല. हम लोग रोमियो का पत्री 8 अध्याय में पढ़ता है कि जो शरीर का स्वभाव है वो परमेश्वर के अधीन नहीं रहता। എന്നാൽ യേശു നോക്ക്, प्रभु यीशु को देखे എപ്പോഴും 24 മണിക്കൂർ തന്റെ ജീവിതം മുഴുവനും പിതാവിന് കീഴ്പ്പെട്ട് എന്റെ പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ, അതാണ് ഇറ്റേണൽ ലൈഫ്. प्रभु यीशु मसीह के जीवन हम देखता है तो हमेशा पिता का इच्छा, पिता के अधीन लेकर के इच्छा में लेकर के वो जीवन बिताया। वो है एक अच्छा आनंद जीवन का जीवन। നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും പ്രശംസ വരുന്നെങ്കിൽ यदि हमारे जीवन में थोड़ा भी प्रशंसा की बात है तो രാജസന്നിധിയിൽ യോഗ്യമല്ല. हम लोग राजा बनने के लिए उसके सामने योग्य बात है ही नहीं। ഈ പഴയ ജീവൻ കംപ്ലീറ്റ് ക്രൂശിൽ പോകണം. क्योंकि ये पुराना जीवन का सारे बात सूली पर जाना है മഹാരാജാവിന്റെ ജീവൻ ജീവിക്കണം. और महाराजा का जीवन से हमें जीना है। വളരെ ശാന്തതയുള്ള, അല്ലെങ്കിൽ നമ്മള് ആത്മാവിന്റെ ഫലം പറയുന്നതാണ് രാജാവിന്റെ ജീവൻ. जब एक सच्चा, एक शांति और मेल खाया हुआ जीवन, या हम लोग आत्मा का फल बोलता है, वो फल से भरा हुआ एक जीवन। നമുക്ക് നമ്മുടെ ജീവനിൽ എവിടെയെങ്കിലും സ്വയപ്രശംസ വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വമ്പ് പറയുന്നെങ്കിൽ, കാരണം നമ്മള് ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, നമ്മളെ ഈ വമ്പ് പറയുന്ന സ്വഭാവം ദൈവത്തിന്റെ അല്ല, സാത്താന്റെയാണ്. प्रियो, अगर हमारे जीवन में कोई भी बढ़ाई मारने वाला स्वभाव है तो वो हमारे प्रभु की ओर से नहीं, प्रभु के जीवन से भी नहीं, वो शैतानी के, തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി, जो अपने आप को ऊंचा करने वाला विरोधी। അത് സഭയിലാണെങ്കിലും, ये मंडली में हो, വീട്ടിലാണെങ്കിലും, घर में हो, ജോലി സ്ഥലത്താണെങ്കിലും, या नौकरी के जगह में हो, ആ ഒരു ജീവിതമാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്, ജീവനാണ്. ऐसा एक जीवन में हम पहले प्रभु में आने से पहले जीते थे। എന്നാൽ നമ്മുടെ മഹാരാജാവ് पर जो हमारा महाराजा, അവന്റെ ശാന്തതയെ കാണിക്കുന്നതാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരും. प्रियो, उसकी नम्रता को दिखाने वाला बात है कि वो गधे की बच्चे के ऊपर बैठ कर आ रहे। അവൻ ഇന്ന് നമ്മളിൽ രാജ്യം ഭരിക്കുന്നെങ്കിൽ, आज अगर वो हमारे जीवन में राज करे तो യേശു ക്രിസ്തുവിന്റെ നീതിയാൽ ജീവൻ അധികമായി വാഴും. ഇപ്പോൾ प्रभु यीशु मसीह की धार्मिकता में होकर के जीवन बिता करके प्रभु का जीवन में हम इस समय में राज करेगा, അല്ലെങ്കിൽ പാപം നമ്മളിൽ വാഴും. नहीं तो पाप हम पर राज करेगा। ക്രിസ്തീയ ജീവിതം ഒരു വാഴ്ചയാണ്, प्रियो, मसीह जीवन एक राज है, രാജകീയ വാഴ്ചയാണ്. वो राजकीय एक राज है। അത് സഭയ്ക്ക് മാത്രമേ ഇപ്പോൾ അറിയുള്ളൂ. ये सिर्फ मंडली ही जानता है। നമ്മുടെ മഹാരാജാവ് രാജ്യം ഭരിക്കുമ്പോൾ ജനത്തിന്റെ ക്വാളിറ്റി, ഭൂമിയുടെ അല്ലെങ്കിൽ ദേശത്തിന്റെ ക്വാളിറ്റി, മൃഗങ്ങളുടെ ക്വാളിറ്റി, ഭൂമി മുഴുവനും എത്ര അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഉയർത്തപ്പെടുന്നു. हमारा महाराजा प्रभु यीशु मसीह जब दुनिया को राज करेगा तो उस समय का लोगों की मतलब जीवन और इस धरती की अवस्था और जानवर की अवस्था सब कितना ऊंचा लेवल का है, कितना श्रेष्ठ बात है। അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഭരിക്കാൻ പോകുന്നത്. और इस प्रकार के ऊंचे लेवल में आया हुआ उन बातों के ऊपर हम राज करने जा रहे हैं। അപ്പൊ നമ്മളെ എത്രമാത്രം ദൈവം ഉയർത്തി വെച്ചിട്ടുണ്ട്. और ऐसा है तो प्रभु ने हमें कितना ऊंचा किया होगा। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। കർത്താവ് നമ്മെ സഹായിക്കും. प्रभु हमें सहायता करे। प्रभु का अनुग्रह हम सबके साथ हो।